എന്റെ തെങ്കാശി തമിഴ് പൈകിളി കുറി ചൊല്ലുന്ന മലത്തേൻ കിളി എന്റെ കരളിന്റെ കഥ കേൾക്കുമോ കന്നിക്കുറിമാനം അവൾ കേകുമോ അവളില്ലാതെ ഞാനില്ല എന്നെന്റെ പെണ്ണിന്റെ കാതിൽ നീ ചൊല്ലുമോ പരിഭവം പറയുമോ മതിയട കിണിച്ചത് ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. അതിനിത് അബദ്ധമല്ലല്ലോ മോനെ, അതെന്ത് ഓവർ കോൺഫിഡൻസ് ആയിരുന്നില്ലേ? എന്നാലും നിനക്ക് എന്തു തൊലിക്കെട്ടിയാടാ, ഒരു വെണ്ടയ്ക്ക് പോലും പഠിക്കാതെ ഇത്രയൊക്കെ ഷോ കാണിക്കാനേ. എന്തായാലും നിനക്ക് മാത്രമേ പറ്റൂ. അത് പിന്നെ ഇനി കിടന്ന് ഉരുണ്ട് കളിക്കണമെന്നില്ല. എന്തായാലും നാറാനുള്ളത് മൊത്തം നാറിയല്ലോ. ഇനി വാ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അയ്യോ ദൈവമേ, പറഞ്ഞതുപോലെ സമയം ഒരുപാടായി. വന്നേ വന്നേ, വാ പോകാം. അത് പിന്നെ നിങ്ങൾ വിട്ടോ, ഞാനേ പിറകെ വന്നോളാം. എന്തേ, നിനക്ക് അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും മതിയായില്ലേ? ഇനിയിപ്പോൾ പിറകെ പോയി വാങ്ങണോ? അതിന് ഞാൻ അവളെ കാണാൻ പോകണമെന്ന് നിനക്കെങ്ങനെ? അതൊക്കെ എനിക്ക് മനസ്സിലാവും. അല്ല, ഇനി എന്ത് വാങ്ങിക്കൂട്ടാനാ പോകുന്നത്? ഇനിയിപ്പോൾ മുത്തുപ്പാണ്ടിക്ക് കിട്ടിയൊന്നും പോരെ? പോയെ മക്കളെ, പോകാൻ നോക്ക്. വെറുതെ ഇവിടെ നിന്നിട്ട് എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കണ്ട. ഓ ഭീഷണി? അതെ, ഭീഷണി തന്നെ. എടാ, എന്തായാലും നീ പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനും കൂടെ. എന്തിന്? അല്ല, എനിക്കെൻ്റെ മീനമ്മയെ കാണാലോ. അതിന് നീ ഇപ്പം അവളെ കൂടെ കണ്ടതല്ലേ ഉള്ളൂ. ഓഹോ, എന്നാ പിന്നെ നീ ഇപ്പോൾ ജാനകിയെ കണ്ടതല്ലേ ഉള്ളൂ, പിന്നെന്തിനാ അവളുടെ പുറകെ ഇപ്പോൾ പോന്നു? ശരി, എന്നാ ഇനി കൂടുതൽ കിടന്ന് ചിലയ്ക്കാൻ നോക്കണ്ട, വരാൻ നോക്ക്. അല്ല, അപ്പം ഞങ്ങളോ? നമ്മളോ? നമ്മുടെ ക്ലാസ്സിലേക്ക് പോകുന്നു. ക്ലാസ്സിലേക്കോ? ഞാനൊന്നുമില്ല. ഡാഡാ ചെറുക്ക, ക്ലാസ്സിൽ പോകാൻ നോക്കടാ. ഷാനുവിനെ കണ്ടിട്ടേ ഒരു കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും പെട്ടെന്നങ്ങ് വന്നേക്കാം. ഉറപ്പാന്നോ? ആടാ, നീ ചെല്ല്. എന്നാ ഓക്കെ. അല്ലടാ അളിയാ, നിനക്കെന്താ ഇപ്പം ഇത്ര അത്യാവശ്യമായിട്ട് അവളോട് പറയാനുള്ളത്? അതൊക്കെയുണ്ട്, നീ വാ. ഷെടാ, കാര്യം പറയടാ ഉവേ. അല്ലടാ, അത് പിന്നെ തമിഴ് സംസാരിക്കാത്തത് കൊണ്ടേ ഇനി ചിലപ്പം ഞാനായിട്ട് ഒഴിഞ്ഞു പോകുമെന്ന് അവൾ വിചാരിച്ചാലോ? അതിന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇനി അവളുടെ പുറകെ ചെല്ലരുന്നല്ലേ നിൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവൾ പറഞ്ഞിട്ട് പോയത്. അല്ല, എൻ്റെ കുഞ്ഞിനൊന്നും മനസ്സിലായില്ലേ? പിന്നെ അതിപ്പം മനസ്സിലായാലും ഞാൻ അനുസരിക്കാൻ പോകണമെന്നില്ലല്ലോ. അപ്പം പിന്നെ പൊന്നുമ്മ മിണ്ടാതെ വരാൻ നോക്ക്. പോയ പോലല്ലല്ലോ രണ്ടിൻ്റെയും വരവ്. എന്താണ് മുഖത്ത് ഇത്രയും സന്തോഷം? അതൊക്കെയുണ്ട്. ആഹാ, എന്നാൽ ഞങ്ങളോടും കൂടെ പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾക്കും കൂടെ സന്തോഷിക്കായിരുന്നല്ലോ. അതൊക്കെ സർപ്രൈസാണ് മോനെ, സമയമാകുമ്പോളേ ഞാൻ തന്നെ പറഞ്ഞോളാം. ഓ അങ്ങനെ. ഹായ്, ജാനകി അല്ലേ? ആ അതെ,
ആരാ മനസ്സിലായില്ല? അതെന്താ ജാനകി ആരോട് സംസാരിക്കില്ലേ? അത് പിന്നെ അവൾ പെട്ടെന്ന് അങ്ങനെ ആരോടും മിണ്ടാറില്ല. ഓ, എനിവേ ഞാൻ ജാനകിയോടൊന്ന് സംസാരിക്കാൻ വന്നതാ. ഇഫ് യു ഡോണ്ട് മൈൻഡ് കുറച്ച് സമയം എനിക്ക് വേണ്ടി തരാമോ? ആ, ഓക്കെ. എന്നെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, എൻ്റെ പേര് താരേന്നാ. ഞാനിവിടെ BCom സെക്കൻഡ് ഇയറാണ് പഠിക്കുന്നത്. ഓ, സീനിയർ ആയിരുന്നോ? ആ, അതെ. അത് പിന്നെ ജാനകി, എനിക്ക് ഈ തമിഴൊന്നും അത്ര വശമില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ വന്ന കാര്യം അതെങ്ങനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. പരവായില്ല, നിങ്ങൾ മലയാളത്തിലേ சொன்னா போதும், എനിക്ക് കൊഞ്ചം മലയാളം തരും. ഓ, അപ്പം മലയാളം കുറച്ചൊക്കെ അറിയാമല്ലേ? ഞങ്ങൾ വിചാരിച്ചതേ തനിക്ക് മലയാളം ഒട്ടും അറിയില്ലെന്നാ. അടിപ്പാവി. താൻ എന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. മേ ബി ആരെങ്കിലും പറഞ്ഞ് താൻ കേട്ടിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അതെന്തായാലും വിട്ടേക്ക്. ഇനിയിപ്പോൾ കേട്ടിട്ടില്ലെങ്കിലും ഇനി ആരും കേൾക്കാൻ ചാൻസ് ഉണ്ട്. കാരണം റാം പ്രപ്പോസ് ചെയ്ത കുട്ടിയല്ലേ താന്. ഓ ഓ, അപ്പം ഇതാണ് താര. പിന്നെ തന്നെ പ്രപ്പോസ് ചെയ്ത റാമും ഞാനും ഫ്രണ്ട്സാട്ടോ. പിന്നെ വെറും ഫ്രണ്ട്സാന്ന് പറയാനും പറ്റില്ല. ഈ കോളേജിലെ ഭൂരിഭാഗം പെൺകുട്ടികളെയും പോലെ ഞാൻ ആരാധിക്കുന്ന വ്യക്തിയാണ് അവൻ. പറഞ്ഞു തരുവാണെങ്കിൽ കഴിഞ്ഞ 1 വർഷമായി ഞാൻ അവനെ ലവ് ചെയ്യാൻ തുടങ്ങിയിട്ട്. മേ ബി ആരെങ്കിലും പറഞ്ഞ് നിങ്ങളത് അറിഞ്ഞു കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതൊക്കെ ഞങ്ങൾ നേരത്തെ അറിഞ്ഞായിരുന്നു ചേച്ചി. ഓ, അപ്പം ഞങ്ങൾ ഊഹിച്ചത് തെറ്റിയില്ല. ഇവളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? அது உங்களை பற்றி கேள்விப்பட்டேன். ஆனால் என்கிட்ட என்ன பேச வந்தேன்னு மட்டும் புரியலை. எதா இருந்தாலும் கொஞ்சம் சீக்கிரமாக சொல்லுங்கள் சீனியர், எங்களுக்கு ക്ലാസ് ഇരിക്ക്. നിനക്ക് കുശുമ്പാണെന്ന് അങ്ങ് നേരിട്ട് പറഞ്ഞാൽ പോരെ മോളെ. എനിക്കങ്ങനെ ഒരുപാട് പറയാനൊന്നും ഇല്ലടോ. തന്നെ റാം പ്രപ്പോസ് ചെയ്ത കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിട്ട് കുറേ ആയി. ഫസ്റ്റ് കേട്ടപ്പോൾ എനിക്കത് വലിയൊരു ഷോക്കായിരുന്നു. അതെന്താണെന്ന് തനിക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. അവന് തന്നെ ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ എല്ലാം വേണ്ടെന്ന് വെച്ചതാണ് ഞാൻ. ബട്ട് താനവനോട് നോ പറഞ്ഞെന്നറിഞ്ഞപ്പോൾ എന്തോ എവിടെയോ എനിക്കൊരു പ്രതീക്ഷ ഉള്ള പോലെ. എനിക്കവനെ ഒരുപാട് ഇഷ്ടമാണു. ആദ്യമായിട്ടാണ് ലൈഫിൽ എനിക്കൊരാളോട് ഇങ്ങനൊരു ഇഷ്ടമൊക്കെ തോന്നുന്നത്. അത് ഞാൻ അവനോട് തുറന്നു പറഞ്ഞതാ. പിന്നെ കേട്ടപ്പോൾ അവനെന്നെ റിജക്റ്റ് ചെയ്തു എന്നുള്ളത് സത്യമാണ്. എന്നാലും അവനെ വിട്ടുകളയാൻ എനിക്ക് പറ്റില്ലടോ. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പം തൻ്റെ മുന്നിൽ ഞാനിങ്ങനെ ഇരിക്കുന്നത്. സീനിയർ, നിങ്ങൾ എന്നെ சொல்ல வரேன்னு എനിക്ക് പുരിയല. അത് പിന്നെ താനെന്താ റാമിനെ റിജക്റ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല. അവനെപ്പോലൊരാളെ അത്ര പെട്ടെന്നൊന്നും ആരും വേണ്ടെന്ന് വെക്കില്ലല്ലോ. പിന്നെ തന്നെ അവൻ പ്രപ്പോസ് ചെയ്തപ്പോൾ എല്ലാം കഴിഞ്ഞെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനി ഒരിക്കലും അവൻ്റെ ലൈഫിലേക്ക് എനിക്കൊരു ചാൻസ് കിട്ടില്ല എന്ന് വരെ ഞാൻ വിചാരിച്ചു പോയി. ബട്ട് താൻ അവൻ്റെ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തെന്നറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എവിടെയോ ഒരു പ്രതീക്ഷ. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ ഞാനൊരു സെൽഫിഷാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്. എനിക്കെൻ്റെ റാമിനെ വേണം. ചേച്ചി എന്താ ഈ പറഞ്ഞു വരുന്നത്? ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞാലേ ഇവക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതുമല്ല, ആ ചേട്ടനൊരു വസ്തുവോ അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടോ ഒന്നുമല്ല, അതൊരു മനുഷ്യനാ. ചേച്ചിക്ക് ഫീലിങ്സ് ഉള്ളതുപോലെ തന്നെ ആ ചേട്ടനും മനസ്സും ഫീലിങ്സും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇരിക്കണ ഇവക്കും അതൊക്കെ ഉണ്ട്. മീനു, നീ ഒന്ന് ചുമ്മാതിരിക്കും ജാനു, ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. എൻ്റെ പൊന്ന് ചേച്ചി, ഇവളെ റാം ചേട്ടൻ പ്രപ്പോസ് ചെയ്ത ടൈം മുതൽ ഞങ്ങൾ കേൾക്കണതാണ് ചേച്ചിയെക്കുറിച്ച്. ചേച്ചി ചേട്ടനെ പ്രപ്പോസ് ചെയ്തതും റാം ചേട്ടൻ ചേച്ചിയെ റിജക്റ്റ് ചെയ്തതും ഒക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ്. സോ ചേച്ചിയുടെ സങ്കടം എത്രമാത്രമാണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ ചേച്ചിക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഈ ഇരിക്കുന്ന ഇവളുണ്ടല്ലോ, ഇവക്കും ചേട്ടനെ ഇഷ്ടമാണ്. വാട്ട്? അതെ, ഇവക്കും ചേട്ടനെ ഇഷ്ടമാണ്. പിന്നെ ഇവക്കത് സമ്മതിച്ചു കൊടുക്കാൻ ചെറിയൊരു മടി. ആ ഒരു ചെറിയ പ്രോബ്ലം മാത്രമേ അവർക്കിടയിൽ ഇപ്പോൾ ഉള്ളൂ. മീനാക്ഷി,
നീ ഇതെന്നെ പറ്റിക്കാൻ പറയുന്നതല്ലേ? പ്ലീസ് എന്നോട് ഇങ്ങനൊന്നും ചെയ്യരുത്. ഞാനെന്തിനാ ചേച്ചിയെ പറ്റിക്കുന്നത്? ഞാൻ പറഞ്ഞത് സത്യവാ. ജാനകി, മീനു പറഞ്ഞ സത്യമാണോ? തനിക്ക് രാമിനെ ഇഷ്ടമാണോ? പ്ലീസ് എടോ, എന്തെങ്കിലും ഒന്ന് പറ. അവളുടെ ഈ മൗനത്തിൽ നിന്ന് തന്നെ ചേച്ചിക്ക് മനസ്സിലായില്ലേ അവൾക്ക് ചേട്ടനെ ഇഷ്ടമാണെന്ന്. അത് പിന്നെ ഐ ആം സോറി, എനിക്കറിയില്ലായിരുന്നു. ഞാൻ വെറുതെ അറിയാതെ. അതൊന്നും സാരമില്ല. ചേച്ചി എന്തിനാ ഇങ്ങനെ പാനിക്കാവുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാവും ചേച്ചിയുടെ മാനസികാവസ്ഥ. ജാനകി, പിന്നെ ഈ ഒരു നിമിഷം വരെ ഞാൻ വിചാരിച്ചത് തനിക്ക് റാമിനെ ഇഷ്ടമല്ലെന്നാ. അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എടോ, എനിക്കൊരു റിക്വസ്റ്റ് മാത്രമേ തന്നോടുള്ളൂ. പ്ലീസ് അവനെ സങ്കടപ്പെടുത്തരുത്. ഒരു പാവം അവൻ. എന്തുകൊണ്ടാ അവൻ എന്നെ അക്സെപ്റ്റ് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. എനിക്കില്ലാത്ത എന്തോ ഒന്ന് അത് തനിക്കുണ്ട്. അതുകൊണ്ടാണ് അവൻ തന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നത്. ഞാൻ തോറ്റുപോയതോ അവിടെ. ചിലപ്പോൾ താനായിരിക്കും അവൻ്റെ ഡെസ്റ്റിനി. ജാനകി, ഐ ആം സോറി. ഒന്നും അറിയാതെ കുറേ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞതിന്. சப்பா, என்னடி நீ என்ன பண்ணி வச்சிருக்க? நான் என்ன பண்ண? நான் ஒன்றும் பண்ணலே. எது? நீ ஒன்றும் பண்ணலையா? அப்போ எதுக்காக எனக்கு அந்த சீனியரை பிடிக்கும்னு நீ அந்த அக்கா கிட்ட போய் சொன்ன? பொய்யா? அது போய் இல்லைன்னு உனக்கும் தெரியும். ஏன் நீ அதை ஒத்துக்காமல் இவ்வளோ அடம் பிடிச்சிட்ருக்க? இந்த பாரடி, நான் உன்னோட பெஸ்ட் ஃப்ரெண்ட். உனக்கு ஏது பிடிக்கும் ஏது பிடிக்கான்னு எனக்கு நல்லாவே தெரியும். மற்றவங்க கிட்ட நீ எந்த பொய் வேணாலும் சொல்லிக்கோ, ஆனால் என்கிட்ட அது வேணாம். உன் மூஞ்சியில் பச்சையாக தெரியுது உனக்கு அவங்கள பிடிக்கும்னு. அப்புறம் இதோ போனால் அந்த சீனியர் இல்லையா, அவங்க மட்டும் இல்லை, இந்த காலேஜில் நிறைய பொண்ணுங்க அந்த ராம் சீனியரை லவ் பண்ணிக்கிட்டு தான் இருக்காங்க. ஸோ ஓவராக சீன் போடாமல் ஒழுங்காக போய் லவ் சொல்கிறீ. இல்லைன்னு வச்சுக்கோயே, எவளாச்சு அவங்கள கரெக்ட் பண்ணிவிட்டு போயிடுவேன். என்ன? ஆமாம், நான் சொல்ல வேண்டியது நான் சொல்லிட்டேன். இனி எல்லாமே உன்னோட இஷ்டம். பவுட் பண்ணது போதும், ஒழுங்காக சாப்பிடுமா. രാമേട്ടാ, 4 ചായ. என்னாச்சு? நம்மளை திரும்பி கூட பார்க்கவே இல்லை. ஒருவேளை அப்படி ஒன்றும் இருக்காது. ஜானு, அங்கே பாடி சீனியர் ஒன்றும் மைண்ட் கூட பண்ணலை. ஒரு வேளை அவங்க மூவ் ஆயிட்டியோ? பார்த்தா அப்படி தான் தெரியுது. கொஞ்சம் சும்மா இரேண்டி, நானே செம்ம டென்ஷனில் இருக்கேன். എന്താടാ, പുതിയ വല്ല പണി ഒപ്പിക്കാനാണോ ഉദ്ദേശം? പണിയോ? എന്ത് പണി? അല്ല, സാധാരണ കോളേജിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ജാനു ജാനു എന്നും പറഞ്ഞോണ്ടേ അവളുടെ പുറകെ നടക്കുന്നവനാ. ദേ, ഇപ്പം ഇത്ര അടുത്ത് അവളെ കിട്ടിയിട്ടും നീ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. എന്താണ് മോനെ ഉദ്ദേശം? അത് ശരിയാണല്ലോ. എന്തു പറ്റിയടാ? ഇനിയിപ്പോൾ അവൾ പറഞ്ഞതുപോലെ പിറകെ നടക്കണ്ടെന്ന് തീരുമാനിച്ചോ? തീരുമാനിച്ചു. ശരിക്കും? തീരുമാനിച്ചടാ. ബട്ട് അത് അവളുടെ പുറകെ നടക്കുന്നതിനെ പറ്റിയല്ല,
അതിന് പകരം ഞാൻ എൻ്റെ റൂട്ടൊന്നും മാറ്റിപ്പിടിക്കാൻ തീരുമാനിച്ചു. റൂട്ടോ? ആ, റൂട്ട് തന്നെ. ഓ, രാവിലെ മുതൽ തുടങ്ങിയതാ അവിടെ ഇവിടെയും തൊടാതുള്ള വർത്താനമൊക്കെ. അല്ല, എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, നിന്റെ ഉദ്ദേശം എന്താ? എന്താണ് മോനെ റാം, വട്ടായോ? ആ, ലേശമായെന്ന് കൂട്ടിക്കോ. പിന്നെ നിനക്കൊക്കെ അറിയാനുള്ളതേ വഴിയെ ഞാൻ പറഞ്ഞു തരാം. ഓ, പിന്നെയും അവിടുത്തെ നിന്നപ്പോൾ ഇവിടെ തുടങ്ങിയോ? മിക്കവാറും ഇവൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൂട്ടും. പാമ്പടിച്ചവൻ ഇവിടെ ഇരുന്ന് സൈറ്റ് അടിച്ചോട്ടടാ. അടുത്ത് ചെന്നാലേ ചിലപ്പോൾ അവൾ വലിച്ചീറി ഒട്ടിക്കും. ആ, വായിന്നോട്ടാണെങ്കിലുവേ പോളിങ്ങിനൊരു കുറവില്ലല്ലോ ഇവന്. അതിപ്പം ഇവിടെ മാത്രമല്ലടാ മോനെ, അവിടെ അങ്ങനെ തന്നെ. ദേ അങ്ങോട്ട് നോക്കിയേ. എന്തൊക്കെ പറഞ്ഞാലും ഈ കാര്യത്തിൽ ഇവർ മേഡ് ഫോർ ഈച്ച് അതറാ. അതിൽ ഒരു സംശയമില്ല. ആ, എന്താടാ? ഏയ്, ഒന്നുമില്ല മോനെ, നിന്റെ പണി നടക്കട്ടെ. ഞങ്ങൾ വെറുതെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരുന്നതാ. ഓ, അങ്ങനെ. ോളയും പറ. നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടടി മോളെ. ഓയ് ജാനു, என்ன வேணும் உங்களுக்கு? ഷേ, എന്തിനാ ഇങ്ങനെ ചൂടാവുന്നു? ഞാനൊന്ന് വിളിച്ചതല്ലേ ഉള്ളൂ. ആ, അതുதான் நானும் கேட்டேன். எதுக்காக எங்களை கூப்பிட்ட? ഓ, എന്താണ് ഇന്ന് ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ. ஆ, நான் அழகா இருக்கேன்னு எனக்கு தெரியும். முதல்ல நீங்க எதுக்காக கூப்பிட்டேன்னு மட்டும் சொல்லு. ഠൈസ, കുട്ടിക്കെല്ലാം മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ വള്ളി പുള്ളി വിടാതെ എല്ലാം മനസ്സിലാവുന്നുണ്ട്. ஆ, என்ன ரெண்டு பேரும் சேர்ந்து ட்ராமா பண்ணிக்கிட்டு இருக்கியா? ஆமா, எங்களை பார்த்தா உங்களுக்கு எப்படி தெரியுது? அது பின்ன உன்னை பார்த்தா இவனுக்கு ஏதோ தோணுது. ஆனா அது என்னன்னு எனக்கு தெரியாதுமா. நீ வேணா அவங்கிட்ட கேளு. எனக்கு ஃபீல் ஆனது நான் உன் ஃப்ரெண்டு கிட்ட சொல்கிறேன். இல்லை மீனம்மா? போடா பொறுக்கி. மொக்க സീനിയർ, ഒളുങ്കാ ഇവനെ കൂട്ടിട്ട് ഓടിപ്പോയിട്. ഓയ് ജാനു, എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലേ എന്നോട് സംസാരിക്കും. വെറുതെ എന്തിനാ അവനോട് ചൂടാവാൻ നിൽക്കുന്നത്? ആനാ എനക്കും കൂടെ പേசுறதுக்கு ഒന്നുമില്ല. கொஞ்சம் വഴി വിടുക. ഷേ, എന്തിനാ ജാനു ഇത്ര ബലം പിടുത്തം? ഒന്നുമില്ലെങ്കിലും ഞാൻ എൻ്റെ ഫ്യൂച്ചർ ഹബ്ബിയല്ലേ. ഹബ്ബിയാ? യാര്, നീയാ? പോച്ച്, എല്ലാം പോച്ച്. ആഹാ, ഇത് കൊള്ളാലോ. ഇപ്പം ഞാൻ പറയുന്നതൊക്കെ തൻ്റെ ഫ്രണ്ടിന് മനസ്സിലാവുന്നുണ്ടല്ലോ മീനു. കടവുളേ. അല്ല, ജാനു എങ്ങനെ ഇത്ര പെട്ടെന്ന് മലയാളം പഠിച്ചത്? അല്ല, ആ ഐഡിയ എനിക്കൂടെ ഒന്ന് പറഞ്ഞു താന്നേ. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്കും പെട്ടെന്ന് തമിഴ് പഠിക്കാമല്ലോ. അത്
அது வந்து நீங்கள் என்ன சொல்கிற எனக்கு ஒன்றும் புரியலை. മീനു. ഏ എന്താ സീനിയർ? അല്ല, തൻ്റെ ഫ്രണ്ടിന് മലയാളം അറിയാന്നുള്ള കാര്യമേ ഞങ്ങൾക്കറിയാന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നേ. ആ ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? சாமி சத்தியமாக சொல்கிறேன்டி, நான் இவங்க கிட்ட ஒன்றுமே சொல்லலை. ஆ நான் இது நம்பணுமா? ஆமாம் நம்பணும், ஏன்னா நான் சொன்னது உண்மைதாண்டி. ഓയ് ജാനു, എന്തിനാ അവളോട് വെറുതെ ചൂടാവാൻ നിൽക്കുന്നത്? என்ன வாய்ஸ் எல்லாம் ஒரு மாதிரி இருக்கு. ചോദിച്ചത് കേട്ടില്ലേ, എന്തിനാ അവളോട് ചൂടാവുന്നതെന്ന്? അത് 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 വന്ന് നിനക്ക് മലയാളം അറിയാവുന്ന കാര്യമേ അവളല്ല നീയാ പറഞ്ഞത്. അത് നിനക്കറിയോ? ഇത് നാനാ? കൂൾ കൂൾ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഫ്ലാഷ് ബാക്കി ഞങ്ങൾ പറഞ്ഞു തന്നാ പോരെ, അല്ലേടാ ടൈസ? അല്ലടാ, ഇപ്പോൾ അല്ലേ അവളുടെ വായിന്ന് വയറ് നിറച്ച് കിട്ടിയത്. ഇനി അങ്ങോട്ട് ചെന്ന് വാങ്ങി കൂട്ടാനാണോ ഉദ്ദേശം? എന്താടാ, ഞാൻ അവളെ ഡിസർവ് ചെയ്യുന്നില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഏയ്, എന്താടാ അങ്ങനെ പറഞ്ഞത്? അവൾ നിന്നോട് നോ പറഞ്ഞതിൻ്റെ അർത്ഥം നീ അവളെ ഡിസർവ് ചെയ്യുന്നില്ലെന്നല്ല, അവൾ നിന്നെ ഡിസർവ് ചെയ്യുന്നില്ലെന്നാ. നീ വിഷമിക്കേണ്ടാടാ, നമുക്ക് ട്രൈ ചെയ്യാം, പറ്റുന്നതിൻ്റെ മാക്സിമം ട്രൈ ചെയ്യാം. നീ എൻ്റെ കൂടെ കാണില്ലേടാ? എന്തോ എങ്ങനെ? അല്ല, 10-12 കൊല്ലമായില്ലേ ഒരുമിച്ചുള്ള ഈ നടപ്പ് തുടങ്ങിയിട്ട്, എന്നിട്ട് നിനക്കിപ്പോഴും ഇതിലൊക്കെ സംശയമാണോ? അയ്യോ, എനിക്കൊരു സംശയമില്ലേ, അല്ലേലും കണ്ടകശനി കൊണ്ടേ പോകും. അതേടാ, ഞാൻ കണ്ടകശനി തന്നെ, പ്രത്യേകിച്ച് നിൻ്റെ. ആഹാ, തേടിയ വള്ളി കാല് ചുറ്റിയല്ലോ. ദേ നോക്കടാ, നിന്റെ ജാനു ദോ നിൽക്കുന്നു. എന്തോ കാര്യമായിട്ടുള്ള ഡിസ്കഷനാണെന്ന് തോന്നുന്നല്ലോ. ഇപ്പം അങ്ങോട്ട് പോണോടാ? പിന്നല്ലാതെ ഇപ്പം തന്നെ പോയേ പറ്റൂ. നീ ഇങ്ങോട്ട് വരാൻ നോക്കിയേ. ஏண்டி அவங்களை இவ்வளோ கிண்டல் பண்ணிக்கிட்டு இருக்க? பாவம் அவங்க. அது எனக்கு சொன்னால் புரியாதுடி. அவங்களை இப்படி டோர்ச்சர் பண்ணுறதும் ஒரு தனி கிக்கு தான். அடி பாவி. ആഹാ, അപ്പം ഇന്നും ആ സീനിയർക്കിട്ട് പണി കൊടുത്തല്ലേ? പണി തോന്നോ? ഇപ്പം ഇവക്ക് 100 നാവാണല്ലോ ആ പാവത്തിനോട് അടിയിടാൻ. എപ്പോഴെങ്കിലും ഞാൻ പാവമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് മിണ്ടാതിരിക്കടാ, ബാക്കി കേൾക്കട്ടെ. മോളെ ജാനു, പുള്ളിക്കാരനെ ഇങ്ങനെയൊക്കെ ഇട്ട് തട്ടിക്കളിക്കുന്നതൊക്കെ കൊള്ളാം. അവസാനം വല്ല പെണ്ണുങ്ങളും വന്ന് കൊത്തിക്കൊണ്ട് പോകാതെ കൂടി നോക്കണം. പിന്നല്ല, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക അവൾക്ക്. ആ അല്ല, അവളിപ്പോ മലയാളത്തിലല്ലേ ജാനുവിനോട് സംസാരിച്ചത്? ആ അതെ, എന്ന് വെച്ചാ ആ മതി മതി അവങ്ങളെ സപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല. എടാ, അവള് മലയാളം അല്ലേടാ സംസാരിച്ചത്? ആണെന്ന് തോന്നുന്നു. അച്ചോടാ, ഇത്രയും ക്യൂട്ടായിട്ട് മലയാളം പറയാൻ അറിയാവുന്ന നീയാണല്ലോ ആ ചേട്ടനിട്ട് വട്ട് തട്ടുന്നത്. പാവം. ആ അപ്പം ഞാൻ പാവല്ലേ? പിന്നെ പിന്നെ നീ ഭയങ്കര പാവമാണല്ലോ. അമ്പടി കൊള്ളി. എടാ അളിയ, അവള് നിനക്കിട്ട് പണിയതാടാ. ഇതിനുള്ളതേ അവക്ക് ഞാൻ കൊടുത്തോളാം, നീ വരാൻ നോക്ക്.
എൻ്റെ ജാനു, തെളിവിത് മതിയോ? പിന്നെ സീനിയറിനോട് കള്ളം പറയാൻ പാടില്ലെന്ന് ജാനുവിന് അറിയില്ലേ? എൻ്റെ ദൈവമേ, നീ അവളെ കാത്തോണേ. അപ്പോൾ ഇനി എന്താ ജാനുവിൻ്റെ തീരുമാനം? അത് അത് വന്ന് ദേ, ഇനി നീ തമിഴ് സംസാരിക്കുന്നത് ഞാൻ കേട്ടുപോരുത്. എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പുരിയത് അല്ല, മനസ്സിലായി. ഗുഡ്. പിന്നെ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് അറിയോ നിനക്ക്? അറിയാതെ എപ്പോഴും നിൻ്റെ അടുത്ത് ഞാൻ വളരെയധികം സോഫ്റ്റായിപ്പോയി. അതാ എനിക്ക് പറ്റിയ തെറ്റ്. എന്നാലേ ഇനി അത് നീ എൻ്റെ അടുത്തൊന്ന് പ്രതീക്ഷിക്കണ്ട. ഈറാമിൻ്റെ ഒരു മുഖമല്ലേ നീ കണ്ടിട്ടുള്ളൂ. സാരമില്ല, ഇനി സമയമുണ്ടല്ലോ. ഞാൻ എങ്ങനാണെന്നും എന്താണെന്നും എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും ഞാൻ നിനക്ക് വഴിയെ കാണിച്ചു തരാം. സബാഷ്, എല്ലാത്തിനും ഒരു തീരുമാനമായി. തൽക്കാലം ഇപ്പം രണ്ടുപേരും പൊക്കോ. ഹോസ്റ്റലിൽ കയറാൻ സമയമായില്ലേ. പിന്നെ നിന്നെ ഞാൻ നാളെ എടുത്തോളാം. ഒരു കാര്യം കൂടെ, നാളെ മുതലേ രാവിലെ എനിക്ക് നിൻ്റെ ഗുഡ് മോർണിംഗ് കിട്ടിയിരിക്കണം. എന്താ പറയാൻ പറ്റില്ലേ നിനക്ക്? ഓക്കെ. അതെ, എനിക്ക് നാളെ മലയാളത്തിലായിരിക്കണം വിഷ് കിട്ടേണ്ടത്. എന്നാ? അല്ല, എന്താ? അതെന്താന്നോ, ഇനി നീ കുറച്ച് മലയാളം പഠിക്ക്. അപ്പോൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. രാവിലെ ഇനി എന്നും എനിക്ക് നിൻ്റെ പുലർക്കാല വന്ദനം കിട്ടണം. അതെന്താന്നേ നിൻ്റെ ഫ്രണ്ടിനോട് ചോദിക്ക്, അവൾ പറഞ്ഞു തരും. എന്താ താൻ പറഞ്ഞു കൊടുക്കില്ലേ മീനു? പിന്നെന്താ ചേട്ടാ, അതൊക്കെ ഞാൻ ഏറ്റു. എന്നാ ഞാൻ പോട്ടെ വൈഫി. ഓയ് മീനമ്മ, ബൈ. പോയാ? പോവാ, നിന്നെ ഞാൻ എടുത്തോളാടി. ആയിക്കോട്ടെ. சாமி, நான் தப்பிச்சிட்டேன். போச்சு, எல்லாம் நாசமாக போச்சு. ஆமாம், இனி நாம் என்ன பண்ணுறது? நாம் ஒன்றும் பண்ண வேண்டாம், அவங்களே எல்லாம் பண்ணிடுவேன். ஸோ நீ கவலைப்படாதியே. എൻ്റെ പൊന്നു ജോസേട്ടാ, ഇന്നിവൻ്റെ ജാനുവിൻ്റെ നിപ്പുണ്ടല്ലോ, അതൊന്ന് കാണേണ്ടതുണ്ടായിരുന്നു. കള്ളെല്ലാം കൂടെ കൈയോടെ പിടിച്ചപ്പം അവളതേ നിന്നുരുകിപ്പോയി. അതിൻ്റെ കൂടെ ഇവൻ്റെ പഞ്ച് ഡയലോഗ് ഭീഷണി. അപ്പം അതിൻ്റെ ചിലവാണിത്. എക്സാക്ട്ലി. ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. നിങ്ങൾ ഇന്ന് എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു തരും. ഇറ്റ്സ് മൈ പ്രോമിസ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്ത് കാടാളിയോ? നീ പറഞ്ഞോടാ മോനെ, നിനക്ക് എന്താ വേണ്ടത്? അത് പിന്നെ ഇത്രയും നാള് നമ്മൾ 4 പേര് സിംഗിൾസായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ രണ്ടുപേരും കമ്മിറ്റഡ് ആവാൻ തീരുമാനിച്ചു. എന്നാൽ പിന്നെ എനിക്കൂടെ ഒരു പെണ്ണിനെ സെറ്റാക്കി താടാ. നീ നിനക്ക് ഞാൻ എന്താടാ മാമാപ്പണി ചെയ്തു തരണോ? എന്താണ് മിസ്റ്റർ, എനിക്ക് പ്രേമിക്കാൻ ഒരു പെണ്ണിനെ സെറ്റാക്കി തരാനല്ലേ പറഞ്ഞത്? അങ്ങനെ. അല്ല, നിനക്കിനി പെണ്ണിനെ തപ്പി ഞാനവിടെ പോനാ? നീ ഒരു കാര്യം ചെയ്യ്, നീ വേണേലേ
നമ്മുടെ നന്ദുവിനെ അങ്ങോട്ട് പ്രേമിച്ചോ? നിർത്തിക്കേ എങ്ങോട്ടാ രണ്ടും കൂടെ പറഞ്ഞു പോകുന്നത്? അയ്യേ, എനിക്കൊന്നും വേണ്ട ഈ പഠിപ്പിസ്റ്റിനെ. അയ്യാടാ, അല്ലേലും ഞാൻ അത്തരക്കാരൻ നേഹി. ഞാൻ പോയി ഉറങ്ങുക. നീയൊക്കെ ഇവിടെ ഇരുന്ന് വിവരക്കേടും പറഞ്ഞ് എന്താന്ന് വെച്ചാൽ കാണിച്ചു. അച്ചോടാ, പാവം ചെറുക്കൻ പകച്ചുപോയി. என்னாச்சு? ஏன் மூஞ்சி இப்படி உருன்னு வச்சுக்கிட்டு இருக்க? ஒன்றும் இல்லை. நீ அந்த வேர்ட் சொல்லி கொடு. வேர்டா? என்ன வேர்டு? அந்த சீனியர் சொன்னால, ஏதோ வந்தனமா சந்தனமா ஏதோ ஒன்று. അത് അങ്ങനല്ലടി, അത് പുലർക്കാല വന്ദനം അങ്ങനെ. அதுதான். சரி சரி, நீ அதை சொல்லிப்பாரு. உனக்கு அது கொஞ்சம் கஷ்டமாக இருக்கும். அதெல்லாமே நான் சொல்கிறேன். ஆனால் எனக்கு மனசுக்கு ரொம்ப கஷ்டமாக இருக்குது. என்னாச்சு? இல்லை, அவங்க என்கிட்ட எப்பவும் சாஃப்டாக தானே பேசிக்கிட்டு இருந்தா. ஆனால் திடீர்னு கோப்பட ஸ்டார்ட் பண்ணிட்டால, அதை நினைக்கும்போது என்னோட மனசுக்கு ஒரு மாதிரியாக இருக்குது. பின்ன நீ பண்ண வேலைக்கு அவங்க அப்படி தான் செய்யும். ஆமாம், டைரெக்டாக அவங்கக்கிட்ட போய் சொல்லக்கூடாதா ஏங்க எனக்கு உங்களை பிடிக்கும்னு? அதை விட்டுட்டு ஏண்டி இவ்வளோ பிடிவாதமாக இருக்க? அது திடீர்னு எப்படி சொல்ல முடியும்? ஓ, அப்போது மேடம் எப்போ சொல்ல போகிற? அது முதல்ல அவங்கள அப்பாவுக்கு பிடிக்கணும். அதுக்கப்புறம் அண்ணா அண்ணி, அப்புறம் சித்தி சித்தப்பா. ஏய், கொஞ்சம் சும்மா இரேண்டி. பின்ன என்ன, உன்னை விட்டா குடும்பத்துக்கு மொத்தம் அவங்கள பிடிக்கணும்னு சொல்லிடுவேன். அச்சோ, அப்படியெல்லாம் ஒன்றும் இல்லை. அப்பாவுக்கும் அண்ணாவுக்கும் அன்னிக்கும் பிடிச்சா போதும். ஓ, அப்போது அப்பா கிட்ட எப்போ சொல்ல போகிறேன்? அதான் நான் முன்னாடியே சொல்லிட்டேன்ல. அடி பாவி, எனக்கு தெரியாமல் அதுவும் பண்ணிட்டியா? சாரிடி, ஒரு ஆரவத்தில் வாய் தவறி சொல்லிடுச்சு. எல்லார்கிட்டையும் சொல்லிடு, ஆனால் பெஸ்ட் ஃப்ரெண்டு கிட்ட மட்டும் சொல்லக்கூடாது. அதான் நான் சொல்லாமலே உனக்கு புரிஞ்சிடுச்சுல, அப்புறம் என்ன? பெரிய விஷயம், போடி. பாரடி, சீனியர் ஒன்று தான் வெயிட் பண்ணிக்கிட்டு இருக்க. அச்சோ, என்னோட மாமா எவ்வளோ ஹேண்ட்ஸமாக இருக்கு. எது மாமாவா? ஆமாம், அவ ஏன் மாமா தான். என்னடி ஒரு மார்க்கமாக பேசிக்கிட்டு இருக்க? அது நான் அப்படி தான் பேசுவேன். நேற்று அவ என்கிட்ட டக்குன்னு கோப்பட்டல, ஸோ அப்போ நான் கொஞ்சம் ஜர்க் ஆயிட்டேன். ஆனால் இப்போ நான் ஓகே. கொஞ்சம் பார்த்து நடத்துமா? நேற்றுல இருந்த சீனியர் கொஞ்சம் சேஞ்ச் ஆன மாதிரி இருக்கு. ஒரு சேஞ்சும் கிடையாது. நான் போய் சொன்னதுனால தான் அவன் என்கிட்ட கோப்பட்டேன். ஆனால் இன்றைக்கு அவனை எப்படி மேனேஜ் பண்ணணும்னு எனக்கு நல்லா தெரியும். நீ வேணா பாரு, நான் அவனை எப்படி சமாளிக்க போகிறேன்னு. கடவுளே, இவனுங்களோட விளையாட்டுக்கு என்னை மட்டும் பலி கொடுத்துடாதே. இன்னும் கொஞ்ச நாள் வாழணும்னு எனக்கு பெரிய ஆசை தான். தயவு செஞ்சு என்னை மட்டும் കാപ്പാത്തിക്കോ. ഓയ് മീനമ്മ. ഓ, എന്നോട് മാത്രം എന്താ ദൈവമേ നിനക്ക് ഇത്ര സ്നേഹം? വിളിച്ചിട്ട് നാക്കങ്ങോട്ട് അകത്തിട്ടില്ല, അതിന് മുമ്പേ പണിയെത്തി. മീനമ്മോ? ഓ, എന്താ തനിക്ക്? ഒന്നുമില്ല, സുഖല്ലേ? കുറച്ച് കുറവുണ്ട്, എന്താ തരാവോ? വൈ നോട്ട്, ഞാനെപ്പോഴും റെഡിയാ. മിക്കവാറും ആംബുലൻസ് വിളിക്കേണ്ടി വരും. ഹലോ, ഗുഡ് മോർണിംഗ്.
ഗുഡ് മോർണിംഗ് സീനിയർ. ഇന്നലെ പറഞ്ഞത് ഒന്നും ഓർമ്മയില്ലേ മാഡത്തിന്? ആ, എന്താ പറഞ്ഞത്? ഓ, രണ്ടും കൽപ്പിച്ച. ആ, എവിടം വരെ പോകുന്നു നോക്കാം. അല്ല, എൻ്റെ മോർണിംഗ് വിഷ് എവിടെ? ആ, അതല്ലേ ഞാനിപ്പോൾ പറഞ്ഞത്. ബട്ട് ഇങ്ങനെ പറയാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. എനിക്ക് ഇങ്ങനെ പറയാനേ പറ്റൂ. ഓ അളിയാ, ഇമോഷണൽ ഡാമേജ്. മിണ്ടാതിരിക്കട ചെറ്റെ. ഏയ്, എന്തിനാ ചിരിക്കുന്നത്? ആ, എനിക്ക് ചിരിക്കാൻ തോന്നി, ഞാൻ ചിരിച്ചു. അങ്ങനെ ഇപ്പം ചിരിക്കാൻ നിൽക്കണ്ട. ഹലോ, എനിക്ക് ചിരിക്കാൻ തോന്നിയാൽ ഞാൻ ചിരിക്കും, കരയാൻ തോന്നിയാൽ ഇനി വേണേ കരയും. അത് എൻ്റെ ഇഷ്ടമാണ്. ആഹാ, കൊള്ളാമല്ലോ. ഇത്രയ്ക്കൊക്കെ മലയാളം അറിയാമായിരുന്നോ? അറിയാന്ന് കൂട്ടിക്കോ. മീനു വാ പോലാം. ആ, ചെല്ല് ചെല്ല്, നിന്നെ ഞാൻ പിന്നെ എടുത്തോളാടി. ആ, പാക്കല. അവൾ ഇത്രയും പറഞ്ഞിട്ട് ഒരു ഉളുപ്പില്ലാന്ന് വിളിക്കുന്നുണ്ടോ അവൻ? ചേടാ, അതിനവൾ എന്നെയല്ലേ പറഞ്ഞത്. എനിക്കില്ലാത്ത കുഴപ്പമാണല്ലോ നിനക്ക്. ഓഹോ, എന്നാ പിന്നെ ഇന്നലെ അത്രയും ബിൽഡപ്പ് ഇട്ട് അവളെ പേടിപ്പിച്ചത് എന്തിനാ? ഇന്ന് അവളുടെ വായിരിക്കുന്ന മൊത്തം കേൾക്കാനായിരുന്നോ മോൻ അത്രയും കഷ്ടപ്പെട്ടത്? എന്നാലും എന്ത് നാക്കാടാ അതിന്? അത് ഇത്രയൊക്കെ സംസാരിക്കുമായിരുന്നോ? എൻ്റെ പൊന്നോ, ഉരുളക്കുപ്പേര് പോലല്ലേ മറുപടി തന്നത്. എടാ പൊട്ടന്മാരെ, മീനു അന്നേ നമ്മളോട് പറഞ്ഞതല്ലേ, ജാനു അങ്ങനെ ആരോട് സംസാരിക്കാറില്ല, അവളോട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളവരോട് മാത്രമേ അവൾ സംസാരിക്കാറുള്ളൂ എന്ന്. അങ്ങനെ നോക്കിയാ ദേ, എന്നോട് ഇപ്പം ഇത്രയൊക്കെ സംസാരിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ അവൾക്ക് കംഫർട്ടബിൾ ആയെന്നല്ലേ. അപ്പം പിന്നെ ഞാൻ ഹാപ്പി ആയതിനെന്താ കുഴപ്പം? ഓ ഓ, അങ്ങനെ. അല്ല, അപ്പം എന്താ മോനെ നെക്സ്റ്റ് പ്ലാൻ? ഇങ്ങനെ തല്ലോടി പോകാനാണോ ഉദ്ദേശം? നോക്കട്ടെ ഇതെവിടം വരെ പോകുന്ന. ബാക്കിയൊക്കെ നമുക്ക് സമയം പോലെ തീരുമാനിക്കാം. ഹായ് മീനു. ஹாய் சீனியர். ஆமாம், நீங்கள் எப்படி இருக்கீங்க? நான் நல்லா இருக்குமா, நீ எப்படி இருக்கு? எங்களுக்கு என்ன பிரச்சனை சீனியர், நாங்களும் நல்லா இருக்கு. அப்புறம் மீனு, எனக்கு உங்ககிட்ட கொஞ்சம் பேசணும். அதுக்கு என்ன சீனியர், நீங்கள் சொல்லுங்க. இல்லை, அது வந்து சரி, நீங்கள் பேசுங்க, நான் இப்போ வரேன். ஏய் ஜானு, நீ எங்கே போகிற? நீ பேசிட்டு வாயே, தோ நான் அங்கே வெயிட் பண்ணுறேன். என்னாச்சு சீனியர், உங்களுக்கு ஏதாச்சும் பிரச்சனை இருக்கா? அந்த டைசன் ஏதாச்சும் சொல்லிட்டியா? சே இல்லைம்மா, அப்படியெல்லாம் ஒன்றும் இல்லை. பின்ன என்னாச்சு, நீங்கள் சொல்லுங்கள் சீனியர். மீனு, அது வந்து சொல்லுங்க. மீனு, எனக்கு உங்களை பிடிச்சிருக்கு. அப்புறம் தப்பாக நினச்சிடாதையே, என் மனசுக்குள்ளே இருந்ததா சொன்னேன். சாமி சத்தியமாக சொல்கிறேன், நான் விளையாட்டுக்கு சொல்லலை, சீரியஸாக தான் சொன்னேன். பாரு மீனு, சாமி சத்தியமாக சொல்கிறேன், நான் இது விளையாட்டுக்கு சொல்லலை, சீரியஸாக தான் சொன்னேன். அது வந்து சீனியர். அச்சோ, டென்ஷனாக வேண்டாமே, யோசித்து சொன்னால் போதும். நான் வெயிட் பண்ணுறேன். இல்லை சீனியர், சாரி, நான் உங்களை அப்படி பார்க்கல. ஏன்னா எனக்கு வந்து சிப்ளிங்ஸாக யாருமே இல்லை. ஸோ நான் உங்களை ஒரு அண்ணா மாதிரி தான் நினச்சிக்கிட்டு இருக்கேன். எனக்கு உங்களை ரொம்ப பிடிக்கும், பட் அது லவ்வராக இல்லை, என்னோட பிரதராக எனக்கு உங்களை ரொம்ப பிடிக்கும். ப்ளீஸ் சீனியர், என்னை கொஞ்சம் புரிஞ்சுக்கோ. ஓ, இட்ஸ் ஓகே மீனு, பரவாயில்ல, எனக்கு புரியுது. ஆனால் ஏதோ ஒரு மாதிரி இருக்குது. பரவாயில்ல, நான் ஓகே ஆகிடுவேன், நீ கவலைப்பட வேண்டாம். அது வந்து சீனியர். இட்ஸ் ஓகேம்மா, எனக்கு ஒரு ப்ராப்ளம் கிடையாது, நீ ஹாப்பியாக இருந்தால் போதும். சரி மீனு, எனக்கு கொஞ்சம் வேலை இருக்குது, நமக்கு அப்புறம் பார்க்கலாம்.
ഹലോ. ഓർമ്മയുണ്ടോ എന്നെ? ആ, അപ്പോൾ ഓർമ്മയുണ്ടല്ലേ. അല്ല, എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? തൻ്റെ വാലെന്തേ? அப்போ தோ அந்த சீனியர் கிட்ட பேசிக்கிட்டு இருக்க, அதான் நான் இங்கே வெயிட் பண்ணேன். ഓ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ തനിക്കൊരു കമ്പനി തരട്ടെ? തനിക്ക് ഓക്കെ ആണെങ്കിൽ മതി. ഈ ചിരി ഞാനങ്ങ് സമ്മതമായിട്ട് എടുക്കുവാണേ. എടാ, നിന്റെ ജാനു അല്ലേ ആയിരിക്കുന്നത്? ഇവനെന്താ അവളുടെ കൂടെ? സംതിങ് ഫിഷി. എടാ, ഒന്ന് ചുമ്മാതിരിക്കടാ. എന്ത് കണ്ടാലും നിനക്ക് സംശയമാണല്ലോ. ഇതേ കോളേജാ. ഇവിടെ ജൂനിയേഴ്സും സീനിയേഴ്സും ഒക്കെ പരസ്പരം സംസാരിക്കുന്നത് സർവ്വസാധാരണമാണ്. സോ നീ നിന്റെ സദാചാര കണ്ണി അങ്ങ് അടച്ചു വെച്ചേക്ക്. അവനും അവൻ്റെ കുറേ സംശയങ്ങളും. ഓ, ആയിക്കോട്ടെ. ഡാറാമേ, നീ വെറുതെ ഇവൻ പറയുന്നേട്ട് തല പോക്കാൻ നിൽക്കരുത്. ഷെടാ, ഇവിടെ നിന്ന് ഓരോന്ന് ഗസ് ചെയ്യുന്ന എന്തിനാ? വാ, നമുക്ക് അവളോട് പോയി സംസാരിക്കാം. ഏയ്, ഞാനൊന്നും ഇല്ല. നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഞാനും അവനും തമ്മിൽ പണ്ടേ ചേരില്ലെന്ന്. സോ അവനായിട്ടൊരു സംസാരത്തിന് ഞാനില്ല. നിങ്ങൾ വരാൻ നോക്ക്. ഷെടാ, ഈ ചെറുക്കൻ. അല്ല, പറഞ്ഞതുപോലെ എൻ്റെ മീനമ്മ ഇതെവിടെ പോയി? അതും ശരിയാണല്ലോ. എടാ, ഇനിയിപ്പോൾ അവള് പൊന്നളിയാ, നീ വാ തുറക്കരുത്. എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണം. ഓ, ഇനി നീമാർ രണ്ടുപേരും കൂടെ തുടങ്ങാതെ. ദേ വരാൻ നോക്ക്. അവൻ നല്ല ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. അല്ല, ചോദിക്കാൻ വിട്ടുപോയി, തനിക്ക് ഞങ്ങളുടെ കോളേജൊക്കെ ഇഷ്ടമായോ? ரொம்ப பிடிச்சிருக்கு சீனியர். അതെ, ഞാനൊരു കാര്യം പറയുന്നതുകൊണ്ട് തനിക്കൊന്നും തോന്നരുത്. അയ്യോ, ഇങ്ങനെ പേടിച്ചൊന്നും നോക്കണ്ട. ഇത് ഒരു അഡ്വൈസായിട്ടൊന്നും എടുക്കണ്ട. എന്തോ തന്നോട് പറയണമെന്ന് തോന്നി. என்ன என்ன சீனியர்? അത് പിന്നെ ശ്രീറാം വളരെ നല്ലവനാട്ടോ. കാര്യമായിട്ട് പറഞ്ഞതാടോ. അവനെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാം. ആളൊരു പാവമാണ്. കൂട്ടുകാർക്ക് വേണ്ടി എന്ത് ചെയ്യും. കൂട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, അവനോട് ഹെൽപ്പ് ചോദിക്കുന്ന എല്ലാവർക്കും അവൻ നല്ലതേ ചെയ്യും. പിന്നെ ഇവിടെ കോളേജിൽ എല്ലാവർക്കും അവനെ വലിയ കാര്യമാണ്. തനിക്ക് അവൻ പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നി. പിന്നെ ലൈഫിൽ അങ്ങനെ ഒരാളെ എല്ലാവർക്കും കിട്ടില്ലല്ലോ. ബാക്കിയൊക്കെ തൻ്റെ ഇഷ്ടം. എന്നാൽ ശരിയോടോ ജാനകി, ഞാൻ എന്നാൽ പോട്ടെ. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കാണാം. ஏய் ஜானு, வா போகலாம். ஆ, என்னாச்சுடி? சீனியர் உன்னை ப்ரப்போஸ் பண்ணிட்டியா? ஆமாடி, நீ சொன்ன மாதிரி பண்ணிட்ட. நினச்சேன். ஆமாம், நீ என்ன பதில் சொன்ன? என்னடி என்னோட பதில் என்னன்னு உனக்கும் நல்லா புரியல. ஸோ நான் அதை அவங்கக்கிட்ட சொல்லிட்டேன். அச்சச்சோ, அவங்களுக்கு ஹர்ட் ஆயிடுச்சா? கொஞ்சோன்னு ஆயிடுச்சு. இருந்தாலும் பரவாயில்லடி, நான் சொன்னது அவங்களுக்கு புரிஞ்சிடுச்சு. சரி சரி. ஆமாம், எப்போ அந்த டைசன் சீனியர்கிட்ட ஓகே சொல்ல போகிறேன்? எது? அது இந்த ஜென்மத்திலேயே நடக்காது. ஆமாம் ஆமாம், நானும் பார்க்குறேன். കലിപ്പിലാണെന്ന് തോന്നുന്നല്ലോ. എടാ, ഞാൻ സംസാരിക്കണോ? അയ്യോ വേണ്ട, നീ വാ തുറന്നിട്ട് വേണം ഇനി പുതിയ പ്രശ്നം ഉണ്ടാവാൻ. അതുകൊണ്ട് മോനവിടെ മാറിയിരിക്കാൻ നോക്ക്. ഒരു ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചപ്പോൾ വേണ്ട. എന്നാ ശരി. എന്താടാ റാം, നിനക്ക് എന്തു പറ്റി? ഒന്നുമില്ലടാ.
എടാ അത് വിടടാ, അവർക്ക് എന്തെങ്കിലും പരിചയം കാണും, അതായിരിക്കും സംസാരിച്ചത്. നീ വെറുതെ വേറൊന്നും ചിന്തിക്കണ്ട കേട്ടോ. അങ്ങനൊന്നും ഇല്ലടാ. നിനക്കും അറിയാവുന്നതല്ലേ അവന് ഞാനും തമ്മിൽ പണ്ടേ ചേരില്ലെന്ന്. സോ അവനോട് ജാനു സംസാരിക്കുന്ന കണ്ടപ്പോൾ എന്തോ ഇനി അങ്ങോട്ട് പിടിച്ചില്ല. അതത്രേ ഉള്ളടാ. അല്ലാതെ ഞാൻ അവരെപ്പറ്റി മോശമായിട്ടൊന്നും ചിന്തിച്ചില്ല. പിന്നെ എന്തിനാണാവോ സാറിങ്ങനെ മുഖം വീർപ്പിച്ചിട്ടിരിക്കുന്നത്? അത് പിന്നെ നീ കണ്ടതല്ലേ അവൾ എന്ത് ഹാപ്പി ആയിട്ട് അവനോട് സംസാരിക്കുന്നത്. എന്നോടാണെങ്കിൽ മിണ്ടുന്ന തന്നെ തർക്കുത്തരം പറയാനാ. അതാലോചിച്ചപ്പോൾ ചെറിയൊരു ദേഷ്യം വന്നു. ഇതിനെ ഞങ്ങളുടെ നാട്ടിൽ ദേഷ്യമൊന്നല്ല, കുശുമ്പെന്നാ പറയാറ്. കുശുമ്പെങ്കിൽ കുശുമ്പ്. എന്തേ എനിക്കൊന്നും ആവാൻ പാടില്ലേ? എൻ്റെ പൊന്നടാവേ, നീ എന്താന്ന് വെച്ചാൽ അയക്കോ, നമ്മളൊന്നിനും ഇല്ലേ. കിട്ടിയല്ലോ, വാ ഇവിടെ വന്നിരിക്കുക. നിനക്ക് എന്നോട് സംസാരിക്കാൻ 100 നാവാ അല്ലേ? വെച്ചിട്ടുണ്ടടി കുരുട്ടെ നിനക്ക് ഞാനും. கொஞ்சம் சீக்கிரமா வாயேண்டி, என்னால் பசி தாங்க முடியலை. ஏய் மீனு, கேண்டீனுக்கு இந்த பக்கம் போகலாமா? எதுக்கு? அப்படி போனால் ரொம்ப லாங்காக இருக்கும், என்னால் முடியாது. உனக்கு பசிக்குதா? ஆமாடி, ரொம்ப பசிக்குது. அப்போ பேசாம அந்த பக்கம் போகலாம். அடி நல்லவளே, உனக்கு அந்த சீனியரை பார்க்கணும், அதுக்காக தானே சும்மா இந்த பக்கம் போகிறேன்னு ட்ரை பண்ணிக்கிட்டு இருக்க. அதான் பச்சையா தெரியுதுல, அப்புறம் என்ன, பேசாம வாடி. அச்சோ, உனக்கு என்னடி பிரச்சனை? ஏன் உங்கள் லவ்வுக்காக என்ன பலி கொடுத்துட்ருக்க? ஏய், நீ இப்போ பேசாம என் கூட வர போறியா இல்லையா? கடவுளே, வந்து தொலைற. റാം. എന്താടോ? എടോ, എനിക്ക് അത്യാവശ്യമായിട്ട് തൻ്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? അത് പിന്നെ എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ ഒന്ന് പോകണമായിരുന്നു. എൻ്റെ ഫ്രണ്ടിനെ പിക്ക് ചെയ്യാനാ. പ്ലീസ് താൻ എന്നെ അവിടെ വരെ ഒന്ന് കൊണ്ടുവന്നാക്കാവോ? ഞാനോ? അത് പിന്നെ സമയമില്ലാത്തതുകൊണ്ടാടോ. അവളെ എത്തറായെന്നും പറഞ്ഞ് ഇപ്പം എന്നെ കോൾ ചെയ്തതേ ഉള്ളൂ. പുള്ളിക്കാരത്തേക്കാണെങ്കിൽ ഇവിടെ ഒന്നും പരിചയമില്ലടോ. അതുകൊണ്ട് പ്ലീസ് റാം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേ. എടോ അത് പിന്നെ ജസ്റ്റ് എന്നെ അവിടെ വരെ ഒന്ന് കൊണ്ടുവിട്ടാൽ മാത്രം മതിയടോ. ഈ ടൈമിൽ ബസ്സൊന്നും കിട്ടില്ല, അതാ. പറ്റില്ലെന്ന് പറയടാ. ദേ നിന്നെ ജാനു വരുന്നുണ്ട്. എന്തേ? അങ്ങോട്ട് നോക്ക്. താങ്ക് ഗോഡ്, നീ ഇത്ര പെട്ടെന്ന് എൻ്റെ വിളിയേക്കുന്നേ ഞാൻ വിചാരിച്ചതേ ഇല്ല. എടി, അതാ സീനിയർ ചേച്ചിയല്ലേ? ஆமா, அவ என்ன அங்கே பண்ணிக்கிட்டு இருக்க? മിക്കവാറും നിന്റെ സീനിയറിന് റൂട്ട് വിടുമായിരിക്കും. വായ് മൂടി സുമ്മാ ഇരേണ്ടി. ആമാ, നീ ഇവിടെ വെയിറ്റ് ഇട്ടുകൊണ്ടിരുന്നു. മിക്കവാറും അവൾ ആ ചേട്ടനെ കുത്തിക്കൊണ്ട് പോകും. ഇതിനൊന്നും ഒരു കുറവുമില്ല. എടോ റാം, താനെന്താ ഒന്നും പറയാത്ത? എന്നാ താൻ വാ, ഞാൻ കൊണ്ടുവിടാം. താങ്ക് യു സോ മച്ച് റാം. യവനിതെന്ത് പറ്റി? എടാ, ഞാനെന്നാ പോയിട്ട് വരാം. നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ക്ലാസ്സിലേക്ക് വിട്ടോ? എടാ ദൈവമേ, അവൾ ചേട്ടനെ കൊത്തിക്കൊണ്ട് പോന്ന്. ആഹാ, ഇപ്പം എന്താ ഒരു മനസുഖം. നിനക്കിപ്പം സമാധാനമായി കാണുമല്ലോ. അപ്പോഴേ ഞാൻ പറഞ്ഞതാ പോയി യെസ് പറയാനെന്ന്. ഇപ്പോൾ നിന്റെ സൂക്കേട് തീർന്ന് കിട്ടിയില്ലേ? എടാ അവനിതെന്ത് പറ്റി? അവനങ്ങനെ ഗേൾസിനെ ഒന്നും വണ്ടി കയറ്റുന്നതല്ലല്ലോ. എന്ത് പറ്റാൻ? ഇതവനെ മനഃപൂർവ്വം ജാനകിയെ കാണിക്കാൻ ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. നിങ്ങൾ കണ്ടതല്ലേ, അവൾ വരുന്നത് കണ്ടപ്പോഴാണ് അവൻ താരയോട് ചെല്ലാന്ന് പറഞ്ഞത്.
ആ അത് ശരിയാ. ഇത് മിക്കവാറും രാവിലത്തേതിൻ്റെ ബാക്കിയാവും. யோ சீனியர், அந்த பொண்ணு எதுக்காக உங்கள் ஃப்ரெண்டோட பைக்கில் போகிற? ഉം, നിന്റെ മുന്നിൽ കൂടെ അല്ലേ പോയത്? വേണമെങ്കിൽ നിനക്ക് അങ്ങോട്ട് ചോദിച്ചുകൂടായിരുന്നു. ஆ, எனக்கு அவங்க கிட்ட கேட்க தோணலை. അപ്പം പിന്നെ നീ അതറിയാൻ വേണ്ട. சீனியர், ஒழுங்கா நான் கேட்ட கேள்விக்கு பதில் சொல்லு. ആഹാ കൊള്ളാലോ, വന്ന് വന്ന് ഇപ്പം ഭീഷണി വരെ ആയല്ലോ. ம், நீங்க இப்ப சொல்ல போறியா இல்லையா? ആ, അത് പേടിച്ചിട്ടൊന്നുമല്ല, എന്നാലും പറയേണ്ടത് എൻ്റെ കടമയാണല്ലോ. അത് പിന്നെ അവളെ റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടുവിടാൻ പോയതാ. ஏ, நீங்க யாராச்சும் போய் ட்ராப் பண்ணக்கூடாதா? ഹലോ, അവള് ഞങ്ങളുടെ ഫ്രണ്ടല്ല, അവൻ്റെ ഫ്രണ്ടാ. പിന്നെ അവൾ വന്ന് ഹെൽപ്പ് ചോദിച്ചത് അവനോടാ, അല്ലാതെ ഞങ്ങളോടല്ല. എന്നെ നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ ഉള്ളതാ പറഞ്ഞത്. மீனு, வா போலாம். எங்க? ஆ, வேற எங்க? கிளாஸுக்கு போலாம். என்ன கிளாஸுக்கா? இந்த பார்ஜாரும் சும்மா விளையாடாதே, எனக்கு ரொம்ப பசிக்குதுடி. வா போய் சாப்பிடலாம். முடியாதுன்னா முடியாது. நீ வேணா போய் சாப்பிடு, நான் கிளாஸுக்கு போகிறேன். கடவுளே, நான் என்ன பாவம் பண்ணேன்? ஏன் எனக்கு மட்டும் இப்படி நடக்குது? എന്തിനാ വിളിക്കുന്നേ? ഞാൻ എന്താ ഇവിടെ വല്ല കോമഡി സീനും കാണിച്ചോ? ഒന്നുമില്ലേ, നീ വാ, ഞാൻ ഫുഡ് വാങ്ങിത്തരാം. ആ, എനിക്കൊന്നും വേണ്ട. ഇങ്ങോട്ട് വാടി. എടോ, കയ്യിൽ നിന്ന് വിടടോ. ദേ പൊന്നു മോളെ, മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്, ഇല്ലെങ്കിലേ ഞാൻ നിന്നെ പൊക്കിക്കൊണ്ടങ്ങ് പോവും. ചുമ്മാ നോക്കൊണ്ട് നിൽക്കാതെ ഇങ്ങോട്ട് വാടി. ഇനി എന്തിനാ നമ്മളിവിടെ നിൽക്കുന്നത്? വാ, നമുക്കും പോയി കഴിക്കാം. എന്നാ കഴിക്ക്. എനിക്ക് വേണ്ട. ദേ മര്യാദയ്ക്ക് കഴിക്കാനാ നിന്നോട് പറഞ്ഞത്. ഷെടാ, എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? ആ എന്നാ കഴിക്കണ്ട, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ കഴിച്ചോളാം. വാ, എന്താന്നറിയില്ല, ഇന്നേ ഫുഡിനൊക്കെ വളരെ നല്ല ടേസ്റ്റ് ആണല്ലോ. വേണോ? വേണ്ടെങ്കിൽ വേണ്ട. பொறுக்கி. அப்பா கடவுளே, என்னால் முடியலை. ദേ ലാസ്റ്റായിട്ട് ഞാൻ പറയുക, മര്യാദയ്ക്ക് എടുത്ത് കഴിക്കാൻ നോക്ക്. കുറച്ച് ടൈം കൂടി കഴിഞ്ഞാലേ ക്യാൻറ്റീനിൽ നിന്ന് പിന്നെ ഫുഡ് കിട്ടത്തില്ല. പിന്നെ പൊന്നുമോള് നൈറ്റ് ആ ഹോസ്റ്റൽ ഫുഡായിരിക്കും കഴിക്കേണ്ടത്. അതുകൊണ്ടേ ആവശ്യമില്ലാത്ത വാശിയൊക്കെ മാറ്റി വെച്ചിട്ടേ അങ്ങോട്ട് കഴിക്കാൻ നോക്കടി. കഴിച്ചാലോ? എന്തേ, നിനക്ക് വേണ്ടേ? അല്ല, ജാനു കഴിച്ചില്ല. അത് സാരമില്ല, അവൾക്കുള്ളതേ ഞാൻ വാങ്ങിച്ചോളാം. നീ ആദ്യം കഴിക്കാൻ നോക്ക്. എനിക്കറിയാം കഴിക്കാൻ. അല്ലെങ്കിലും തൻ്റെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. ദാ തൻ്റെ ജാനുവിനുള്ള ഫുഡ്, ചെല്ല് കൊണ്ട് കൊടുക്ക്. ഓയ് മീനമ്മ, എന്നാ? ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞിട്ട് പോടി. മുടിയാതെ പോടാ.
എന്താണ് മോനെ ഒരു വെളിച്ച ഇളി? ആ അത് പിന്നെ ഇല്ലാതിരിക്കോ? ഇന്നവൻ്റെ ജാനുവിനെ കട്ടയ്ക്ക് ജലസടിപ്പിച്ചതല്ലേ. സോ ലോകം പിടിച്ചിടയ്ക്ക് സന്തോഷമാവും. എക്സാക്ട്ലി. ഷോ, നീ എങ്ങനാടാ എൻ്റെ മനസ്സ് വായിക്കുന്നത്? ഓ ഹലോ, സോൾമേറ്റ് മാൻ. ചുമ്മാ ഒന്നും അല്ല ആ പദവി അലങ്കരിച്ചുകൊണ്ട് നടക്കുന്നത്. ദേ നോക്കടാ, നിനക്കുള്ള പണി വരുന്നു. പണിയോ? ഓ അങ്ങോട്ട് നോക്കടാ പുല്ലേ. ദൈവമേ, വരക്കം കണ്ടിട്ട് എന്നെ മിക്കവാറും അവൾ ജീവനോടെ പിടിച്ച് വിഴുങ്ങും. ആ ഇത് നിനക്കുള്ള പണി തന്നെ അടാളിയാ. ആഹാ, ഡാ രാമേ, നിന്നെ നോക്കി ദഹിപ്പിക്കുവാണല്ലോടാ. ആ അതിനാണല്ലോ ഞാൻ മൂപ്പിച്ചതും. ഓ ദൈവമേ, ഇവിടെ എന്തോ വലുത് നടക്കാൻ പോകുന്ന പോലുണ്ട്. എന്തായാലും എന്നെ നീ കാത്തോണേ. ഏയ് ജാനു, എന്നടി ஆ என்ன ஒரு மார்க்கமா பேசுற? ஆமாம், நான் அப்படிதான். நீ கொஞ்ச நேரம் சும்மா இரண்டி. கடவுளே, இவன் என்ன பண்ண போறேன்? സബാഷ്, മിക്കവാറും ഇവിടെ ഒരു കൊല നടക്കും. ആ ഒന്ന് ചുമ്മാതിരിക്കടാ കാല. ഹായ് രാം. വാവ്, അടിപൊളി. ഇവൻ്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാകും. രാം, താങ്ക് യു സോ മച്ച്. താങ്ക്സോ? എന്തിന്? അല്ല, താൻ രാവിലെ എന്നെ ഹെൽപ്പ് ചെയ്തില്ലേ, അതിന്. ഓ അതോ, അതൊന്നും കുഴപ്പമില്ല. അതിനെന്തിനാ താങ്ക്സ് ഒക്കെ? ആ ഇതിപ്പോ എവിടുന്ന് വന്ന് പൊട്ടിമുളച്ച്? கடவுளே, இனி அந்த சீனியரை நீ தான் காப்பாற்றணும். இவனை நான் என்ன பண்ணணும்? அவன் கூட பேசாம அவனுக்கு இருக்க முடியாதா? പുല്ലേ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഇതിനെ ഒന്ന് ഒഴിവാക്ക്. അവളെന്നെ നോക്കി കൊല്ലുന്നടാ. അത് പിന്നെ എൻ്റെ പൊന്നളിയ, എന്നെ വിട്ടേക്ക്. എൻ്റെ ബോഡി പഞ്ചറാക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. നീയായി നിൻ്റെ പാടായി. ചേട്ട രാം. ആ എന്താടോ? അല്ല, താൻ വീട്ടിലേക്കാണോ? ആ ആ അതെ. ഓ അല്ല, ഞാനും വീട്ടിലേക്കാ. തനിക്ക് ബുദ്ധിമുട്ടായില്ലെങ്കിൽ എനിക്കൊരു ലിഫ്റ്റ് തരാമോ? கடவுளே, ലിഫ്റ്റോ? ഇവളെന്താ ഓടുന്നത്? ദൈവമേ, ഇനി ഇവള് തല്ലുണ്ടാക്കാൻ വല്ലതും ആയിരിക്കും ഓടിപ്പോകുന്നത്. എടോ താര, ഞാനിപ്പോൾ കുറച്ച് ബിസിയാ. അല്ല, താൻ വീട്ടിലേക്ക് പോകണമെന്നല്ലേ പറഞ്ഞത്? ആ വഴിക്ക് എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി. എടോ അതല്ല. അവിടെ നിന്ന് സാധനം എത്ര പെട്ടെന്ന് ഇവിടെത്തിയോ? ഹായ് ജാനു. ഇതെപ്പോ വന്നു? ഇവളെന്തേ കാണിക്കുന്നേ? ഏയ് സീനിയർ, പോലാം. ആ എവിടെ? ഹോസ്റ്റൽ. ആ ഓക്കെ. എടോ താര, ഞാൻ കുറച്ച് ബിസി ആട്ടോ. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും കാണാം. ശരി എന്നാ, ബൈ. ഇവിടെ എന്തോ ഇപ്പം നടന്നേ? ദൈവമേ, എൻ്റെ ജാനുവിനെ കൊണ്ട് ഇത്രയ്ക്കൊക്കെ പറ്റുമായിരുന്നോ? എൻ്റെ പൊന്നു കൊച്ചേ, നിന്നോട് അവൻ പണ്ടേ പറഞ്ഞതല്ലേ അവന് തൻ്റെ കൂടെ ഒരു റിലേഷൻഷിപ്പിന് താല്പര്യമില്ലെന്ന്. തനിക്കതെന്താ ഒന്ന് മനസ്സിലാക്കിയാൽ. എടോ, തൻ്റെ ഫീലിങ്സ് അവനോ ഞങ്ങൾക്കോ മനസ്സിലാഞ്ഞിട്ടല്ല.
പിന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളില്ലേ. സോ അവനെ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്ക്. ഇനിയെങ്കിലും ആ പെണ്ണിന് ഇതൊക്കെ ഒന്ന് മനസ്സിലായാൽ മതിയായിരുന്നു. അടി പാവി, ലവറായപ്പോൾ എന്നെ ഒഴിവാക്കി. ദുഷ്ടത്തി, ബൈക്കിൽ കയറി പോയത് കണ്ടില്ലേ, ശവം. ഓയ് മീനമ്മ. ഹാ, തനിക്കിനി എന്താ വേണ്ടത്? അല്ല, ജാനുറാമിൻ്റെ കൂടെ പോയ സ്ഥിതിക്ക് വിരോധമില്ലെങ്കിൽ നിനക്ക് ഞാൻ ലിഫ്റ്റ് തരാം. ഓ, അത്രയ്ക്ക് അങ്ങോട്ട് കഷ്ടപ്പെടാൻ നിൽക്കണ്ട. എനിക്ക് ദൈവം 2 കാല് തന്നിട്ടുണ്ട്. ഞാനങ്ങ് നടന്നു പോക്കോളാം. ഓക്കേ, എന്നാ വാ, ഞാനും നടക്കാം. എങ്ങോട്ട്? നിനക്ക് ഹോസ്റ്റലിലേക്കല്ലേ പോകേണ്ടത്? അതിന് ഒന്നുമില്ല, ഞാനും കൂടെ വരാം. എന്തിനാ താൻ എൻ്റെ കൂടെ വരുന്നത്? എന്ന് നീ അവളുടെ കൂടെ അല്ലേ പോണത്, എന്നിപ്പം ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. നോ താങ്ക്സ്, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാം. നിനക്ക് തനിച്ച് പോകാൻ അറിയാമെന്നുള്ള കാര്യം എനിക്കും അറിയാം. ബട്ട് സോറി മോളെ, നിന്നെ തനിച്ച് വിടാനേ എനിക്ക് തീരെ ഉദ്ദേശമില്ല. അതുകൊണ്ട് പൊന്നുമോൾ അങ്ങോട്ട് നടക്കാൻ നോക്ക്. ഓ, ഇത് വല്ലാത്ത ശല്യമാണല്ലോ. എതുക്കാக വந்த? നിന്നോട് ഞാൻ പറഞ്ഞത് ഇത്ര പെട്ടെന്ന് മറന്നോ? ഓ സോറി. അല്ല, എവിടെ എന്തിനാ വന്നേന്ന്? ചുമ്മാ വാ, എന്തായാലും വന്നല്ലേ, ഒരു ഐസ്ക്രീം കഴിക്കാം. ഐസ്ക്രീം? എനിക്ക് വേണ്ട. അതിന് നിന്നോട് വേണോന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ, കഴിക്കാന്നല്ലേ പറഞ്ഞത്. അതിന് ദേഷ്യപ്പെടുന്നത് എന്തിനാ? ചുമ്മാ ഒരു രസം. താൻ വരാൻ നോക്ക്. ദാ പിടിക്ക്. என்ன? ഏയ് ഒന്നുമില്ല. അല്ല, മാഡം എന്തിനാ എൻ്റെ വണ്ടി ചാടി കയറിയത്? അത് വന്ന് ഹോസ്റ്റലിൽ പോവാൻ. ഓ, അതിന് എന്നും എൻ്റെ വണ്ടിയിലല്ലല്ലോ നീ പോയിക്കൊണ്ടിരുന്നത്, പിന്നെ ഇന്നെന്ത് പറ്റി? എന്താണെന്നറിയാലോ, അപ്പം പിന്നെ എന്തിനാ ചോദിക്കുന്നത്? അത് പിന്നെ നിന്റെ വായിന്ന് കേൾക്കാൻ ഒരാഗ്രഹം. എന്നാലേ എനിക്ക് പറയാൻ മനസ്സില്ല. അല്ല, നിങ്ങൾ വഴിയെ പോകുന്ന എല്ലാവർക്കും ലിഫ്റ്റ് കൊടുക്കുമോ? ഏയ്, അങ്ങനെ എല്ലാവർക്കും ഒന്നും കൊടുക്കില്ല, ചില പ്രത്യേക ആൾക്കാർക്ക് കൊടുക്കും. ഓ, അപ്പോൾ മോർണിംഗ് அந்த സീനിയർക്ക് ലിഫ്റ്റ് കൊടുത്തതോ? അവൾക്ക് എന്നാ സ്പെഷ്യാലിറ്റി? അതിന് ഞാൻ അവൾക്ക് ലിഫ്റ്റ് അല്ലല്ലോ കൊടുത്തത്,
ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഹെൽപ്പ് ചെയ്തു കൊടുക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. ഓ, ഹെൽപ്പ്. എന്നാലും അത് ലിഫ്റ്റ് പോലൊക്കെ തന്നെ. ഷീ ഈസ് മൈ ഫ്രണ്ട്, ജസ്റ്റ് എ ഫ്രണ്ട്. എന്തേ, നിന്റെ സംശയത്തിനുള്ള ആൻസർ കിട്ടിയോ? അതിന് എനിക്കങ്ങനെ സംശയമൊന്നുമില്ലല്ലോ. ആ, അതെനിക്ക് മനസ്സിലായി. கடவுளே, தப்பு பண்ணிட்டேன். ആ, എന്താടോ, എന്തു പറ്റി? അത് മീനു. ആഹാ, എപ്പോഴാണോ കൂട്ടുകാരി ഓർമ്മ വന്നത്? താൻ പേടിക്കണ്ടടോ, അവളെ ടൈസൺ നോക്കിക്കോളും. ചേടാ, താൻ പേടിക്കണ്ടാന്ന്. ടൈസനെ എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അവൻ അവളുടെ കൂടെ ഉണ്ട്. എന്നാ? അതോ, തൻ്റെ ഫ്രണ്ടിനെ അവൻ സേഫായിട്ട് ഹോസ്റ്റലിൽ എത്തിച്ചിട്ടുണ്ടെന്ന്. ഓ, അപ്പടിയാ? അപ്പടിത്താൻ. താങ്ക്സ്. ശരി എന്നാ, ബൈ. ഓക്കെ. ലവ് യു. ഓക്കെ. நீ வந்துட்டியா? பின்ன வராமல் நான் எங்கே போனோம்? சிரிக்காதடி. ஆமாம், காலேஜிலிருந்து இந்த ஹாஸ்டலுக்கு வர்றதுக்கு வெறும் 5 மினிட்ஸ் போதும். அப்படி இருக்கும்போது இந்த 1 hour நீ எங்கே போயிட்ட? அது வந்து அது இது ஒன்றும் எனக்கு வேணாம். ஒழுங்காக மாற்றுக்கு வாடி. அது நாங்கள் ஐஸ்கிரீம் சாப்பிட போயிட்டேன். எது, ஐஸ்கிரீமா? இல்லை, தெரியாமல் தான் நான் கேட்குறேன். உனக்கு என் மேலே ஏதாச்சும் ஒரு பாசம் இருக்கா? என்னாச்சுடி, எதுக்காக இப்போ கோவப்பட்டுட்டு இருக்க? பின்ன கோவப்படாமல் நான் என்ன பண்ணோம்? நான் ஃப்ரெண்டு தானே. அப்படிப்பட்ட நான் இங்கே இருக்கும்போது என்ன கூப்பிடாம நீ தனியாக ஐஸ்கிரீம் சாப்பிட போயிட்டல. போகும்போது என்னை மைண்ட் பண்ணாமல் போயிட்டேன். பரவாயில்ல, நான் அதை விட்டுட்டேன். அட்லீஸ்ட் எனக்கு சாப்பிட ஏதாச்சும் வாங்கிட்டு வந்தியா? அதுவும் இல்லை. நீ எல்லாம் ஒரு ஃப்ரெண்டா? சே, என்னடி, உனக்கு என்னை விட ஐஸ்கிரீம் தானே முக்கியம்? ஆமாம், உனக்கு ஒரு லவ்வர் தானே முக்கியம். அதுக்காக ஃப்ரெண்டை கட்டி விட்டு போயிட்டால. ஸோ எனக்கு என் சாப்பாடு தான் முக்கியம். சரி சரி, தப்பு என் மேலே தான். கொஞ்சம் மன்னிச்சிடுமா? முடியாது. இங்கே பாரு பாப்பா, அதான் நான் சாரி சொன்னால. ஸோ இனி சண்டை போடக்கூடாது. அப்புறம் உனக்கு ஐஸ்கிரீம் தானே வேணும். நான் அது நாளை காலையிலே வாங்கி கொடுக்குறேன், போதுமா? நிஜமா நாளை காலையில் வாங்கி கொடுப்பியா? நிஜமாக வாங்கித்தரேன். என் பாப்பாவுக்கு கொடுக்காம வேறு யாருக்கு கொடுப்பேன்? அப்படின்னா ஓகே. அப்பாடா, தப்பிச்சிட்டோம். ஆமாம், நீ இந்த ராம் சீனியரை ப்ரப்போஸ் பண்ணிட்டியா? இன்னும் இல்லடி. அப்போ எதுக்காக வெயிட் பண்ணிக்கிட்டு இருக்க? அதான் அப்பா ஓகே சொன்னால, அப்புறம் என்ன? இல்லடி, அவனுக்கு கொஞ்சம் கெட்ட பழக்கம் இருக்குது. அது எனக்கு பிடிக்கல. கெட்ட பழக்கமா? அது என்ன? அது வந்து நான் ஒரு வாட்டி அவங்க தம் அடிக்கிறத பார்த்துட்டேன். என்னது, தம்மா? ஆமாடி, நான் பார்த்தேன். ஓ,
அப்போ இத்தனும் டைமில் அவங்கள இவ்வளோ நோட் பண்ணிட்டியா? அது தெரியாம தான் பார்த்தேன். ஆமாம் ஆமாம், நான் நம்பிட்டேன். அப்புறம் உன்னோட நெக்ஸ்ட் பிளான் என்ன? அதாச்சும் என்கிட்ட சொல்லுவீங்களா? உங்ககிட்ட சொல்கிறதுக்கு எனக்கு என்னம்மா? ஆமாம் ஆமாம், எனக்கு நல்லா தெரியும்டி உன்னை. கொஞ்சம் சும்மா இருண்டி, நான் என்னோட பிளான் சொல்கிறேன். அது பெரிய பிளான் எல்லாம் கிடையாது. ஆனால் நான் என்னோட மாமாவை ஒரு குட் பாய் ஆக்க ட்ரை பண்ண போகிறேன். ஓ அப்படியா? ஆமாடி, அவங்களுக்கு தம் அடிக்கிற பழக்கம் இருக்குதுன்னு எனக்கு தெரியும். அதான் நான் நேரில் பார்த்தேன்ல. ஸோ கண்டிப்பாக அவங்களுக்கு ட்ரிங்க்ஸ் பண்ண பழக்கம் இருக்கும். அப்படின்னா அதெல்லாம் கிளியர் பண்ணிவிட்டு அதுக்கப்புறம் தான் நான் ஓகே சொல்ல போகிறேன். சரி சரி, அதுவும் நல்ல விஷயந்தான். அப்பா, காலங்காத்தால ஐஸ்கிரீம் சாப்பிட்றதுக்கு உனக்கு எப்படி மனசு வருது? அதெல்லாம் எனக்கு வரும். நீ பேசக்கூடாது. ஏன்னா நேற்று என்ன கழட்டி விட்டு போயிட்டால, இது உன்னோட பனிஷ்மெண்ட். நான் சாப்பிட்றது நீ பார்க்கணும். கடவுளே, இது எல்லாம் என்னோட தலை எழுத்து தான். ഓയ് മീനമ്മ, രാവിലെ തന്നെ സാത്താൻ്റെ മുമ്പിൽ വന്ന് പെട്ടല്ലോ ദൈവമേ. ചിരിക്കാതടി. എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, തനിക്ക് എന്താ പ്രശ്നം? അല്ല, ഇവിടെ ഭയങ്കര ചൂട്. ഇത്തിരി ഐസ്ക്രീം കിട്ടിയാൽ കൊള്ളായിരുന്നു. ഐസ്ക്രീം തിന്നാൻ അത്ര കൊതിയാണെങ്കിലേ കയ്യിൽ നിന്ന് കാശ് മുടക്കി വാങ്ങി തിന്നണം. വന്നേക്കുന്ന രാവിലെ തന്നെ മനുഷ്യൻ്റെ മനസമാധാനം കളയാനായിട്ട്. കിട്ടേണ്ടതൊക്കെ കിട്ടിപ്പോയിച്ചല്ലോ. വയറും നിറഞ്ഞു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് പൊന്നുമോനും ഇവിടെ വന്നിരിക്കുക. ഓയ് സീനിയർ. എന്താ? അല്ല, ഇന്ന് ഗുഡ് മോർണിംഗ് വേണ്ടേ? വേണ്ടെങ്കിലോ? അതിന് പകരം പറ്റുമെങ്കിൽ ഒരു ഹഗ് താ. ഓ, ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്താണ് ഇവിടെ നടക്കുന്നത്? തമ്പുരാനറിയാം. മാഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞേക്കണം. എന്തിനാ ഇങ്ങനെ തിന്നുന്ന പോലെ നോക്കൊണ്ടിരിക്കുന്നത്? நான் டைரக்டா சொல்றேன். ஏன்னா எனக்கு தம் அடிக்கிறதும் தண்ணி போடுறதும் பிடிக்காது. എന്തോന്ന്? സോറി. എനിക്ക് ഡ്രിങ്ക്സ് കഴിക്കുന്നതും സിഗരറ്റ് യൂസ് ചെയ്യുന്നതും ഇഷ്ടമല്ലെന്ന്. ഓ അങ്ങനെ. അല്ല, അതിന് ഞാനെന്ത് വേണം? ഇനി അത് രണ്ടും നീ യൂസ് ചെയ്യാൻ പാടില്ല. അതെന്താ ഞാൻ യൂസ് ചെയ്താൽ? പറഞ്ഞത് മനസ്സിലായില്ലേ? എനിക്കത് യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ലെന്ന്. അത് കൊള്ളാം. നിനക്കിഷ്ടമല്ലെങ്കിൽ നീ യൂസ് ചെയ്യണ്ട. നിങ്ങളും അത് യൂസ് ചെയ്യാൻ പാടില്ല. അയ്യടാ, അതൊന്നും അനുസരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഡെയിലി 2 എണ്ണം അടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസമേ പോക്കാം. ഞാൻ പറഞ്ഞതാ, യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല. ദാറ്റ്സ് ഫൈനൽ. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, കേട്ടല്ലോ? ബൈ, എനിക്ക് ക്ലാസ് ഇருக்கு. ഓയ് ജാനു. എന്നാ? ഡെയിലി ഒരു പെഗ്ഗെങ്കിലും അടിച്ചോട്ടെ. നോ, അത് യൂസ് ചെയ്യാൻ പാടില്ലെന്ന്. ആലോചിക്കാം. ഏയ്, അത് യൂസ് பண்ண കൂടാതെടാ. കേട്ട് ഞാൻ ആലോചിക്കാം. ആലോചിക്കാനൊന്നുമില്ല, അതങ്ങ് നിർത്തിയേക്ക്. അതാ സീനന്റെ ബോഡിക്ക് നല്ലത്. അല്ല, എന്താ ഇവിടെ നടക്കുന്നത്? അവൾ വരുന്നു, ഭീഷണിപ്പെടുത്തുന്നു, പോകുന്നു.
നീ അതും കണ്ട് ഇളിച്ചുകൊണ്ട് നിൽക്കുന്നു. അല്ല, ശരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ പറ്റിയത്? ആർക്കറിയാം. ഓ, ഇതിങ്ങളുടെ ഇടയിൽ നിന്നാലേ നമുക്ക് ഭ്രാന്ത് പിടിക്കും. ടൈസ. നീയോ? എന്താടാ? ഇന്നലെ നിന്നോടൊരു കാര്യം പറയണമെന്ന് വെച്ചിട്ടേ ഞാനങ്ങ് മറന്നുപോയടാ. എന്നോടോ? എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നും അല്ലടാ. നിന്റെ മറ്റേ കൊച്ചില്ലേ, ആ തമിഴ്ത്തി കൊച്ച്, മീനാക്ഷിയുടെ കാര്യമാണോ നീ പറയുന്നത്? അതെ, അവള് തന്നെ. അവളെ ഉണ്ടല്ലോ നമ്മുടെ ദിനേശ് ഇന്നലെ പ്രപ്പോസ് ചെയ്ത്. പ്രപ്പോസോ? എപ്പോ? എവിടെ വെച്ച്? എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. പിന്നെ എല്ലാം നിന്നെ അറിയിച്ചോണ്ടല്ലേ അവൻ ചെയ്യുന്നത്. ഇവനെ അത് വിട്. അല്ലടാ, എപ്പോഴായിരുന്നു സംഭവം? ഇന്നലെ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടാടാ. അതിലേ കൂടെ പോകുമ്പോഴാ അവർ തമ്മിൽ സംസാരിക്കുന്ന കണ്ടത്. പിന്നെ നിന്റെ കൊച്ചായതുകൊണ്ട് ഞാനൊന്ന് ശ്രദ്ധിച്ചെന്നേ ഉള്ളൂ. അപ്പോഴേ നിന്നോട് പറയണമെന്ന് വെച്ചതാ. പിന്നെ പെട്ടെന്ന് എനിക്ക് വീട്ടിൽ നിന്നൊരു കോള് വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനങ്ങ് മറന്നുപോയതാ പറയാൻ. അങ്ങനെ അവനും പണിയൊപ്പിച്ച്. മോനെ ടൈസ, ഇനി നീ കുറേ വിയർക്കും. പ്രശ്നമൊന്നുമില്ലടാ. പുള്ളിക്കാരി സ്പോട്ടിൽ തന്നെ അവൻ്റെ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തു. ശരിക്കും? ആടാ, ഇന്നലെ അവൾ അവനോട് സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടതാ. അല്ല, എന്താ അവൾ അവനോട് പറഞ്ഞത്? അത് പിന്നെ അവർ റിപ്ലൈ പയ്യെ കൊടുത്താൽ മതി എന്നൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ അവൾക്കതൊന്നും പറ്റില്ല, അവനെ ബ്രദറായിട്ടൊക്കെ കാണുന്നതെന്നാണ് പറഞ്ഞത്. അങ്ങനെ കുറേ എന്തൊക്കെയോ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവനും ഓക്കെ പറയുന്ന പോലൊക്കെ എനിക്ക് തോന്നിയത്. അങ്ങനെ ആ ശല്യം ഒഴിഞ്ഞു കിട്ടി. ഇത് വല്ലാത്ത കോളടി ആണല്ലോ. അതെ. പിന്നെ അളിയ, ചെലവ് വേണം കേട്ടല്ലോ. ഇത്ര ഹാപ്പി ന്യൂസ് പറഞ്ഞ സ്ഥിതിക്ക് അതൊക്കെ ഞാൻ ഏറ്റു. എന്നാ ശരിയടാ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. നമുക്ക് പിന്നെ കാണാം. ഓക്കേടാ. അല്ല, ഇപ്പം എന്തിനാ അവന് ചെലവ് ചെയ്യാന്ന് പറഞ്ഞത്? അത് പിന്നെ ഒരു സന്തോഷത്തിന്. അല്ല, അവൾ അവനോട് നോ പറഞ്ഞു, അല്ലാതെ നിന്നോട് യെസ് ഒന്നും അല്ലല്ലോ പറഞ്ഞത്. പിന്നെ എന്തിനാണാവോ ഇത്ര തുള്ളിച്ചാടുന്നത്? എന്നാലും എനിക്കത് വലിയ കാര്യമാണ്. പിന്നെ ഞാൻ പോയി എൻ്റെ മീനും എന്ന് കണ്ടിട്ട് വരാം. നിങ്ങളെന്നാ എങ്ങോട്ടെങ്കിലുമൊക്കെ പോ. എടാ, സൂക്ഷിച്ചും കണ്ടൊക്കെ പോണേ. വെറുതെ അവളുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങിക്കൂട്ടരുത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എൻ്റെ ദൈവമേ, ഇനി എന്തിനുള്ള പുറപ്പാടാണോ എന്തോ. ഓയ് ഡാർലിംഗ്. ക്ലാസ്സിൽ മനസമാധാനം തരൂല ശവം. എന്താണ് ഡാർലിംഗ്, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. അല്ല, എന്തിനാണോ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആകപ്പാട് തൻ്റെ ശല്യമില്ലാതെ മനസമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയ ഒരേ ഒരു സ്ഥലമായി ക്ലാസ്. എന്തിനാ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരുന്നത്? ചുമ്മാ ഒരു മനസ്സുഖം. എന്നാലേ എനിക്കത്ര മനസ്സുഖമില്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാൻ കുറച്ച് തരാം. എന്തോന്ന്? അല്ല, ഈ മനസ്സുഖം. തൽക്കാലം എനിക്ക് തൻ്റെ മനസ്സുഖം ആവശ്യമില്ല. വെറുതെ ഇവിടെ കിടന്ന് കറങ്ങാതെ പൊന്നുമോൻ പോകാൻ നോക്ക്. എന്താണ് ഡാർലിംഗ്, ഞാൻ ഇവിടം വരെ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഒന്നിരിക്കാൻ പോലും പറയാതെ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? ഒന്നുമില്ലെങ്കിലും ഞാൻ താനെൻ്റെ അങ്ങനെ ചോദിച്ചാ തൽക്കാലം ബോയ് ഫ്രണ്ട് ആക്കിയാൽ മതി. ഹസ്ബൻഡ് ആവാൻ ഇനിയും സമയമുണ്ടല്ലോ. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയില്ലെങ്കിലുണ്ടല്ലോ. പോയില്ലെങ്കിൽ നോക്ക്, ഇങ്ങനെ എന്നെ ശല്യം ചെയ്യാനാണ് തൻ്റെ ഉദ്ദേശമെങ്കിൽ സീനിയർ ആണെന്ന് ഞാൻ നോക്കില്ല. സത്യമായിട്ട് ഞാൻ പറയുക, പൂവാല ശല്യത്തിന് ഞാൻ പ്രിൻസിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് കൊടുക്കും. ഒരു കംപ്ലൈൻ്റ് അല്ലേ? എൻ്റെ ഡാർലിങ്ങിന് അത്രയ്ക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലൈൻറ്റും കൊടുത്തേക്ക്. കളിക്കരുത്, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ചേടാ, ഞാനും സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. നീ വേണമെങ്കിൽ പ്രിൻസിക്കോ അല്ലെങ്കിൽ പോലീസിനോ കംപ്ലൈൻറ്റ് കൊടുത്തോ, ബട്ട് ഞാൻ നിന്നെ കൊണ്ടേ പോകുമോളെ. എന്നാലേ താൻ എൻ്റെ കയ്യിൽ നിന്നും കൊണ്ടേ പോകൂ. ഐ ആം റെഡി ഡാർലിംഗ്. നിന്റെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങാനും ഞാൻ റെഡിയാ. ഇത് വല്ലാത്ത ശല്യമായല്ലോ. ഷിറ്റ്, ബെല്ലിനടിക്കാൻ കണ്ടൊരു സമയം. രക്ഷപ്പെട്ട്.
ആ അത് ശരിയാ, തൽക്കാലം നീ രക്ഷപ്പെട്ടു. പക്ഷേ ഈ രക്ഷപ്പെടലേ ലഞ്ച് ബ്രേക്ക് വരെ ഉള്ളൂ. അതുവരെ എൻ്റെ ഡാർലിംഗ് പഠിച്ചോ. അപ്പോൾ ഓക്കെ, ബൈ. ആ പിന്നെ ഇനി എനിക്ക് എപ്പോൾ കാണാൻ തോന്നിയാലും ഞാൻ ഇങ്ങോട്ടും കയറി വരും. എന്നാൽ ശരി, പോവാ. കാലമാടൻ. നിനക്ക് ഞാൻ നല്ല അസല് പണി തരാടാ കാട്ടുകോഴി. കുഞ്ഞെ, ആ എന്താ ചേട്ടാ? അത് പിന്നെ കുഞ്ഞെ, സാറ് ക്യാബിനിലേക്ക് കുഞ്ഞിനെ വിളിക്കുന്നുണ്ട്. ഏ പ്രിൻസിയോ? ആ അതെ, കുഞ്ഞ് പെട്ടെന്ന് ചെല്ലണമെന്നാ സാറ് പറഞ്ഞത്. ആ ചേട്ടൻ പൊക്കോ, ഞാൻ പുറകെ വന്നേക്കാം. എന്താടാ, നീ എന്തെങ്കിലും പണി ഒപ്പിച്ചോ? മേ ബി ഇത് മീനമ്മയുടെ പണിയാവും. ഇന്നവൾ രാവിലെ എന്നോട് പറഞ്ഞതേ ഉള്ളൂ പൂവാല ശല്യത്തിനെ പ്രിൻസിക്ക് കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന്. ആ സബാഷ്, എന്നാൽ പിന്നെ ഇത് അവിടുന്ന് തന്നെ ആവും. ആ അപ്പം എങ്ങനാ, കസറാൻ പോവല്ലേ? അല്ലടാ, ഞങ്ങൾ കൂടെ വരണോ? വരേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും വാ. ഇത് കുറേ നേരം ആയാലോടാ നമ്മളിവിടെ വന്ന് കാത്തുകെട്ടി നിൽക്കാൻ തുടങ്ങിയിട്ട്. നിന്നെ അകത്തോട്ടൊന്നും വിളിക്കുന്നില്ലല്ലോ. ഇനിയിപ്പോൾ അവൾ കംപ്ലൈൻറ്റ് കൊടുത്ത സ്ഥിതിക്ക് അവളും വരണമായിരിക്കുമല്ലോ. ചിലപ്പോൾ അതിനു വേണ്ടിയായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. ആ പറഞ്ഞ നാക്ക് വായിലേക്ക് ഇട്ടില്ലല്ലോ. ദോ വരുന്നു നിൻ്റെ മീനമ്മ. ഓയ് ഡാർലിംഗ്. അല്ല, നീ ഇത്ര പെട്ടെന്ന് കംപ്ലൈൻറ്റ് കൊടുക്കുമെന്നേ ഞാൻ വിചാരിച്ചില്ല. സോ ഫാസ്റ്റ്. ഇന്നത്തോടെ തൻ്റെ ഈ സൂക്കയുടെ പ്രിൻസി മാറ്റിത്തരും. ഓ പിന്നെ, അല്ലെങ്കിലും ഒരു പാമ്പിടിച്ച കാമുകൻ്റെ ഗതികെട്ട അവസ്ഥയ്ക്ക് പ്രിൻസിക്ക് മനസ്സിലാവും. ആ അതിനെ തൻ്റെ അപ്പനല്ല പ്രിൻസി. ആ താനിങ്ങനാണെങ്കിൽ തൻ്റെ അപ്പൻ അങ്ങനെ ആയിരിക്കും. അതിപ്പോൾ തനിക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. കുഞ്ഞെ, രണ്ടുപേരെ സാറ് വിളിക്കുന്നു. ആ കയറി വാ, തൻ്റെ പ്രിൻസി തന്നെ വിളിക്കുന്ന. പാവം പിടിച്ചോള് എന്തറിഞ്ഞിട്ടാണാവോ കയറി പോകുന്നത്. അല്ല, പുള്ളിക്കാരുടെ വാലിനെ കൂടെ കണ്ടില്ലല്ലോ. അത് ശരിയാണല്ലോ, സാധാരണ രണ്ടും ഒട്ടുകെട്ടിയാണല്ലോ നടക്കുന്നത്. ഇതിപ്പോൾ ഒരാളെ വന്നുള്ളല്ലോ. ആ അത് മിക്കവാറും ആ ലൈബ്രറിയിലിരുന്ന് വല്ല പുസ്തകവും തിന്നുമായിരിക്കും. ആ കാമുകം പറഞ്ഞെങ്കിൽ കാമുകി ലൈബ്രറി തന്നെ കാണും. ഗുഡ് മോർണിംഗ് സാർ. ആ വെരി ഗുഡ് മോർണിംഗ്. സാർ, ഇതാ ഞാൻ പറഞ്ഞ എന്നെ ശല്യം ചെയ്യുന്ന സീനിയർ. ഹായ് സാർ. ഓ ഇതായിരുന്നു ആ യങ് മാൻ. സാർ, ആ കുട്ടി പറഞ്ഞോ? ഇയാളെ കൊണ്ട് വല്ലാത്ത ടോർച്ചറിങ് ആണ് സാർ. വന്ന് ക്ലാസ്സിൽ വരെ വന്ന് ശല്യം ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ പോയാൽ ഞാൻ വീട്ടിൽ പറയേണ്ടി വരും. ഏയ്, വീട്ടിലൊക്കെ പറഞ്ഞ് ഈ പ്രശ്നം അത്രയ്ക്കൊന്നും വഷളാക്കണ്ട മീനാക്ഷി. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. എൻ്റെ പൊന്നട ഉവ്വേ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ ഇവളുടെ പുറകെ കിടക്കുവാണെങ്കിൽ കുറച്ച് മയത്തിലൊക്കെ നടക്കാനെന്ന്. അതുമല്ല, നിന്റെ അമ്മയെ ഞാൻ എങ്ങനെ വളർച്ചതെന്ന് നിനക്കും അറിയാവുന്നല്ലേടാ. അതിലേതെങ്കിലും ഒരു ഐഡിയ നിനക്ക് യൂസ് ചെയ്തുകൂടായിരുന്നു? ഇതൊരുമാതിരി തന്തയെ പറയിക്കാനായിട്ട്. തന്തയോ? അത് പിന്നെ സാർ, മിണ്ടിപ്പോരും നീ, ഒരുണങ്ങിയ കാമുകം വന്നേക്കുന്നു. എടാ നിന്റെ ഈ പ്രായത്തിലുണ്ടല്ലോ നിന്റെ അമ്മ എൻ്റെ ലവ്വറാ. അതട കഴിവ്. ഓ പരട്ടത്തന്ത, ഷോ കാണിക്കാനുള്ള ഒരു ചാൻസും മിസ് ചെയ്യത്തില്ല. ഇവിടെ എന്തായി നടക്കുന്നത്? എൻ്റെ പൊന്നു കുഞ്ഞെ, നീ ഇതൊന്ന് കേൾക്കണം. ഇവനോടെ ഞാനും എൻ്റെ പെമ്പർ നോത്തി മര്യാദയ്ക്ക് പറഞ്ഞതാ നിങ്ങൾ രണ്ടുപേരെയും പഠിത്തം കഴിഞ്ഞിട്ട് കൊച്ചിൻ്റെ വീട്ടിൽ വന്നിട്ട് ഒഫീഷ്യലായിട്ട് പെണ്ണ് ചോദിക്കാന്ന്. അതുവരെ കൊച്ചിൻ്റെ മയത്തിലൊക്കെ ശല്യം ചെയ്യാവുള്ളൂ ഞങ്ങൾ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചതാ. പക്ഷേ ഈ കുരുത്തം കെട്ടവൻ അത് കേൾക്കണ്ടേ? ഇവന് കൊച്ചിൻ്റെ വായിന്ന് തന്നെ എസ് കേൾക്കണം. അപ്പാ ആദ്യം അവളുടെ പറന്നു പോയ കിളിയൊക്കെ തിരിച്ചു വരട്ടെ, എന്നിട്ട് ബാക്കി പറയാം. അതെ, കുറച്ചു മുമ്പ് താരം സംശയം ചോദിച്ചില്ലേ ഞാനിങ്ങനാണെങ്കിൽ എൻ്റെ അപ്പൻ എങ്ങനെ ആയിരിക്കുമെന്ന്.
ഇപ്പം തനിക്ക് മനസ്സിലായി കാണുമല്ലോ ഞാനെന്താ ഇങ്ങനെ ആയെന്ന്. അപ്പോൾ ഇനി ഒഫീഷ്യലായിട്ട് എൻ്റെ തന്തപ്പടീനെ അങ്ങ് പരിചയപ്പെടുത്തരാം. ദേ ഈ ഇരിക്കുന്ന തൻ്റെ പ്രിൻസി സാക്ഷാൽ തോമസ് മാത്യു. ഇതാണ് എൻ്റെ അപ്പൻ. അപ്പനോ? അതെ, എൻ്റെ ഒരേ ഒരു അപ്പൻ. ഈ അപ്പൻ്റെ ഒരേ ഒരു മോനാണ് ഞാൻ. ഒന്ന് ചുമ്മാതിരിക്കടാ എൻ്റെ പൊന്നു കുഞ്ഞെ. ഈ കുരുത്തം കെട്ടവൻ്റെ അപ്പൻ ഞാൻ തന്നെ. ആക്ച്വലി മോളെ എനിക്കും എൻ്റെ പെമ്പറന്നോത്തിക്ക് നേരത്തെ അറിയാം. ഇവനെ മോളുടെ കാര്യം എല്ലാം ഡെയിലി വിളിച്ചറിയിക്കാറുണ്ട്. പിന്നെ ഇവൻ്റെ മമ്മി ഉണ്ടല്ലോ, അതായത് എൻ്റെ പെമ്പറന്നോത്തി, ഇവളാ നിന്നെ വളയ്ക്കാനുള്ള ഐഡിയ ഒക്കെ ഈ കുരുത്തം കെട്ടവന് പറഞ്ഞു കൊടുക്കുന്നത്. ആ പിന്നെ നിന്നെ കാണുന്നത് വരെ ഇത്തിരി കോഴിത്തരമൊക്കെ ആശാനുണ്ടായിരുന്നു, അതൊക്കെ ശരിയാ. പക്ഷേ ഇവൻ്റെ അപ്പനായതുകൊണ്ട് പറയുമല്ല കേട്ടോ, കൊച്ചിൻ്റെ കാര്യത്തിൽ ഇവൻ സീരിയസാ. അതിന് ദാ ഈ ഞാൻ ഗ്യാരണ്ടിയാ. ആ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കപ്പാ. നല്ല ബെസ്റ്റ് അപ്പൻ. ഓ, ഇങ്ങേരോടാണല്ലോ ദൈവമേ ഞാൻ കംപ്ലൈൻറ്റ് പറയാൻ വന്നത്. ഓയ് മീനമ്മ, എങ്ങനെയുണ്ട് എൻ്റെ സർപ്രൈസ്? സാമദ്രോഹി, എനിക്കിട്ട് പണി എന്നിട്ട് അവൻ്റെ ചോദ്യം കേട്ടില്ലേ? മോള് പേടിക്കണ്ടെന്നേ, ഇവൻ ഇനി വെറുതെ മോളെ ശല്യം ചെയ്യില്ല. പിന്നെ എപ്പോഴാ എൻ്റെ മോന് എസ് പറയാൻ പോകുന്നത്? ഷേ, പെട്ടെന്ന് യെസ് പറഞ്ഞാലേ അതിനൊരു ത്രില്ല് കാണത്തില്ലപ്പാ. അപ്പൻ അമ്മയുടെ പുറകെ നടന്നതുപോലെ ഞാനും ഇവളുടെ പുറകെ നടന്നോളാം. മോന് പറ്റിയ അപ്പം തന്നെ. ശരി ശരി, നിങ്ങളുടെ ഇഷ്ടം അതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ആ മീനാക്ഷി, സമയമുണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ചെറുക്കനെ ഒരുപാടൊന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചേക്കല്ലേ. കൊച്ചിനെ കാത്തേ എൻ്റെ വീട്ടിലൊരാൾ ഇരിപ്പുണ്ട്. ഓ, എൻ്റെ അപ്പനാണ് അപ്പൻ. ലവ് യു അപ്പാ. എന്നാ ശരിയപ്പാ, മരുമോളെ ഒഫീഷ്യലായിട്ട് പരിചയപ്പെട്ട സ്ഥിതിക്ക് എന്നാ ഇനി ഞങ്ങളങ്ങോട്ട് പോട്ടെ. ശരി എന്നാ, 2 ക്ലാസ്സിൽ പൊക്കോ. ആ എടാ മോനെ, കൊച്ചിനെ ഒരുപാടിട്ടങ്ങ് ബുദ്ധിമുട്ടിക്കല്ലേടാ. ഓക്കെ അപ്പാ, അത് ഞാൻ ഏറ്റു. ഓയ് മീനമ്മ, അമ്മായിപ്പനെ പരിചയപ്പെട്ടില്ലേ? ഇനിയിപ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, പോകാം. ഓ, ഇടിവെട്ടിവനെ പാമ്പ് കടിച്ച അവസ്ഥയാണല്ലോ ദൈവമേ. ഓയ് ഡാർലിങ്, വരുന്നില്ലേ? ആ, എനിക്ക് തന്നെ പോകാൻ അറിയാം, ആരുടെ ഹെൽപ്പ് വേണ്ട.